ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ദുഃഖങ്ങൾക്കിടയിലും പുഞ്ചിരിക്കുന്ന ചിലരുണ്ട്. ഞാൻ നിങ്ങളോട് പുഞ്ചിരിക്കുകയാണ്. കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് എനിക്ക് വന്ന ഒരു വാട്സപ്പ് മെസ്സേജിൽ ഗുഡ് മോർണിംഗും പറഞ്ഞുകൊണ്ട് വന്ന വാട്സപ്പ് മെസ്സേജിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: നിങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖത്തിന് പിന്നിലുള്ള ദുഃഖം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്താണ്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് അവരെ വിശ്വസിക്കാം. രണ്ടാമത് എഴുതിയിരിക്കുന്നു: നിങ്ങൾ അവരെ ശകാരിക്കുമ്പോൾ, പിണങ്ങുമ്പോൾ, ആ ശകാരത്തിന് പിന്നിൽ, ആ പിണക്കത്തിന് മുന്നിൽ, ആ വഴക്കിന് പിന്നിൽ ഒരു സ്നേഹമുണ്ടെന്ന് തിരിച്ചറിയുന്ന വ്യക്തി നിങ്ങളുടെ സുഹൃത്താണ്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയെ വിശ്വസിക്കാം. മൂന്നാമത് എഴുതിയിരിക്കുന്നു: നിങ്ങൾ മൗനമായിരിക്കുമ്പോൾ നിങ്ങളുടെ മൗനത്തിനു പിന്നിലുള്ള കാരണമറിയുന്ന വ്യക്തി നിങ്ങളുടെ സ്നേഹിതനാണ്, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണ്. നിങ്ങൾക്ക് ആ വ്യക്തിയെ വിശ്വസിക്കാം. ഇത്രയും ആമുഖമായി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. എവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇത് എന്റെ 204ാമത്തെ വീഡിയോയാണ്. 204ാമത്തെ വീഡിയോയിൽ ഞാൻ വിഷയമാക്കുന്നത് ബൈബിൾ സംബന്ധമായ വിഷയമായ ഈസാ നബി മലയാളമാണ്. അതിലെ എപ്പിസോഡ് 27 നിങ്ങൾ ഇന്ന് ശ്രവിക്കുന്നത്. വിശേഷിച്ച് ഒന്നും പറഞ്ഞു തരേണ്ടതില്ല. ഈസാ നബി എപ്പിസോഡ് എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വായിക്കുമ്പോൾ കിട്ടുന്ന, അല്ലെങ്കിൽ വായന ഉച്ചത്തിലായി അത് ശ്രവണത്തിലൂടെ കിട്ടുന്ന ആനന്ദാനുഭൂതി ഞാൻ പല എപ്പിസോഡുകളിൽ പറഞ്ഞിട്ടുള്ളതാണ്. അത് വചനം ശ്രവിക്കുന്നത് നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടുന്നതിനിടയാവുന്നുണ്ട്. അത് ദൈവം തന്നെയായതിനാൽ, ദൈവം ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന പല വസ്തുക്കളിലെ ഒരു വസ്തു വചനമാണെന്ന് പല എപ്പിസോഡുകളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ദൈവം സ്നേഹം കൊണ്ടുണ്ടാക്കപ്പെട്ടിരിക്കുന്നു, ദൈവം കാരുണ്യം കൊണ്ടുണ്ടാക്കപ്പെട്ടിരിക്കുന്നു, ദൈവം വചനം കൊണ്ടുണ്ടാക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ എന്തൊക്കെ നന്മകൾ ഈ ഭൂമിയിലുണ്ടോ, ഈ പ്രപഞ്ചത്തിലുണ്ടോ, അവയെല്ലാം കൊണ്ട് ഉണ്ടാക്കപ്പെട്ടിരിക്കുന്ന ശക്തിയാണ് ദൈവം. അപ്പോൾ ദൈവത്തിലില്ലാത്തത് ഒന്ന് മാത്രം, നന്മയല്ലാത്ത തിന്മ എന്ന് പറയുന്ന വസ്തു, പാപം എന്ന വസ്തു മാത്രം ഇല്ല. അപ്പോൾ ദൈവത്തിന് കുറവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇത്രയേ ഉള്ളൂ: തിന്മ ഇല്ല എന്ന് മാത്രം. അപ്പോ ഈസാ നബി മലയാളം എപ്പിസോഡ് 27 ഞാൻ പറയുന്നത്, കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശ്രവിച്ചു കേട്ട വചനഭാഗമായ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിലെ 7-ാം അധ്യായത്തിലെ തുടർച്ചയായ 29 മുതലുള്ള വാക്യങ്ങളാണ്. അത് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് അവസാനം വായിച്ച വാക്യമായ, കഴിഞ്ഞ എപ്പിസോഡിൽ അവസാനം വായിച്ച വാക്യമായ വചനമായ 28-ാം വചനം ഒന്ന് വായിച്ചിട്ട് ഞാൻ ആമുഖത്തിൽ എന്തു പറഞ്ഞു അതിനെക്കുറിച്ച് ഒരു ചെറിയ വിവരണം തന്നിട്ട് നമുക്ക് 29 മുതലുള്ള വാക്യങ്ങൾ വായിച്ചു തുടങ്ങാം. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം നമുക്ക് അവർക്കും കുരിശു വരച്ചുകൊണ്ട് ശ്രവിക്കാൻ പോകുന്ന വചനങ്ങളെ
വചനം വായിക്കുന്ന വ്യക്തിയുടെ ശബ്ദം എത്ര അരോചകമായാലും അതിലൂടെ വരുന്ന വചനങ്ങൾ ദൈവത്തിന്റെ വചനങ്ങളാണ്. അത് എന്നെ സുഖപ്പെടുത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട്, അത് എന്റെ പാപക്കറകളെ മായ്ച്ചു കളയും എന്ന് വിശ്വസിച്ചുകൊണ്ട്, ഒരു വിശുദ്ധമായ ജീവിതത്തിലേക്ക് അതിനെ നയിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കുരിശു വരക്കാം. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 29 മുതലുള്ള വാക്യങ്ങൾ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ദുഃഖങ്ങൾക്കിടയിലും പുഞ്ചിരിക്കുന്നവരുണ്ട്. ദുഃഖങ്ങൾക്കിടയിലും പുഞ്ചിരിക്കുന്നവരുണ്ട് എന്ന് പറയുമ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങളെ മനസ്സിലാക്കി തരാവുന്ന ഒരു കഥയുണ്ട്. അത് ഒരു സിനിമാ കഥയാണ്. MT വാസുദേവൻ നായർ സംവിധാനം ചെയ്ത നിർമാല്യം എന്ന സിനിമയിലെ ഒരു ഭാഗമാണ്. ദേശീയ അംഗീകാരം കിട്ടിയ ഈ സിനിമയിൽ പലതുകൊണ്ടും എന്നെ അത്ഭുതപ്പെടുത്തുന്നത് മുഖ്യനടനായ PJ ആന്റണിയുടെ നടന വൈഭവമാണ്. പലരും പലതാകാൻ ആഗ്രഹിക്കാറുണ്ട്. ചിലർ സാഹിത്യത്തിൽ ഉന്നതി നേടാൻ ആഗ്രഹിക്കാറുണ്ട്. ചിലർ വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നതി നേടാൻ ആഗ്രഹിക്കാറുണ്ട്. ചിലർ രാഷ്ട്രീയത്തിൽ ഉന്നതി നേടാൻ ആഗ്രഹിക്കാറുണ്ട്. ചിലർ നൃത്തകലയിൽ ഉന്നതി നേടാൻ ആഗ്രഹിക്കാറുണ്ട്. അങ്ങനെ വ്യത്യസ്ത രീതിയിൽ കലയിലോ കായിക രംഗത്തോ രാഷ്ട്രീയ രംഗത്തോ ഉന്നതി നേടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളിലേവരും. നമ്മളത് ആഗ്രഹിക്കുകയും വേണം. ആ അർത്ഥത്തിൽ ഞാൻ സിനിമയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങിയതിനു ശേഷം, എന്റെ 17ാം വയസ്സിന് ശേഷമാണ് ഞാൻ സിനിമയെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സിനിമയിൽ അല്ലെങ്കിൽ നാടകത്തിൽ അഭിനയിക്കണം എന്നുള്ള തോന്നലുണ്ടായിട്ടില്ല. പകരം സംവിധാനം ചെയ്യണമെന്നുള്ള ആഗ്രഹം വളരെയധികം ഉണ്ടായിട്ടുണ്ട്. പല കാരണങ്ങളാൽ, ജീവിത പ്രാരാബ്ദങ്ങളാൽ പലപ്പോഴും നടക്കാതെ വന്നു. ഇനിയും നടക്കാതെ ഇരിക്കാം, എങ്കിലും അതിനെക്കുറിച്ചുള്ള പഠനം തുടരുന്നു. അതുകൊണ്ട് നിർമ്മാല്യം കാണുമ്പോൾ എനിക്ക് തോന്നിയത്, PJ ആന്റണിയുടെ അഭിനയം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, PJ ആന്റണിയെ പോലെ ഒരു അഭിനയം കാഴ്ചവെക്കണമെന്നല്ല എനിക്ക് തോന്നിയത്. PJ ആന്റണി ആ സിനിമയിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേരിനേക്കാളുപരി അയാളുടെ തൊഴിലെന്നോ മതപരമായ ജോലിയെന്നോ പറയാം. അയാൾ വെളിച്ചപ്പാടിന്റെ വേഷമാണ് കെട്ടുന്നത്. അമ്പലത്തിൽ വെളിച്ചപ്പാടുണ്ടല്ലോ, തുള്ളുന്ന ആളെയാണല്ലോ വെളിച്ചപ്പാടെന്ന് പറയുന്നത്. വാളെടുത്ത് തുള്ളുന്നയാളെയാണല്ലോ വെളിച്ചപ്പാടെന്ന് പറയുന്നത്. വാളെടുത്ത് ദേവിക്ക് മുന്നിലോ ദേവന് മുന്നിലോ, ഈ കഥയിൽ ദേവിക്ക് മുന്നിലാണ് തുള്ളുന്നത്. ദേവന്റെ മുന്നിലും തുള്ളുന്ന വെളിച്ചപ്പാടുകൾ ഉണ്ടായിരിക്കാം. എനിക്ക് അത്രയ്ക്ക് അറിവില്ല അതിനെക്കുറിച്ച്. അപ്പോ അദ്ദേഹത്തിന്റെ തുള്ളലാണ് ഈ അഭിനയത്തിലെ എന്നെ ഏറെ ആകർഷിച്ച ഒരു ഘടകം. തുടങ്ങുമ്പോൾ ഒരു തുള്ളലുണ്ട്, സിനിമ അവസാനിക്കുമ്പോഴും ഒരു തുള്ളലുണ്ട്. അത് കണ്ടപ്പോൾ അത്ഭുതം തോന്നി എനിക്ക്. എത്ര മനോഹരമായ അഭിനയം! തുള്ളലുകൾക്കിടയിലുള്ള ജീവിതം കാണിക്കുമ്പോഴും മനോഹരമായി അഭിനയിക്കുന്നു. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും, സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമില്ല, നാടകത്തിൽ അഭിനയിക്കാൻ ആഗ്രഹമില്ല, സംവിധാനം ചെയ്യാനേ ആഗ്രഹമുള്ളൂ. എങ്കിലും PJ ആന്റണിയുടെ അഭിനയം കണ്ടപ്പോൾ ആ കഥാപാത്രത്തെ എനിക്ക് കിട്ടിയാൽ അഭിനയിക്കണമെന്ന് തോന്നിയല്ലോ എന്ന് നിങ്ങളിൽ ചിലർ ചോദിക്കാൻ സാധ്യതയുണ്ട്. തീർച്ചയായും എനിക്ക് തോന്നുകയും ചെയ്തു. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ അഭിനയത്തിലെ ഏത് മുഹൂർത്തമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് എന്ന് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഉത്തരമുണ്ട്. അത് ആദ്യം മുതൽ പകുതി വരെയുള്ള ഭാഗമെന്നോ പകുതി മുതൽ അവസാനം വരെയുള്ള ഭാഗമെന്നോ ഒന്നുമായിരിക്കില്ല എന്റെ ഉത്തരം. എന്റെ ഉത്തരം കൃത്യം സെക്കൻഡുകൾ ഏതാണെന്ന് പറയാൻ പറ്റും. ആ സെക്കൻഡുകൾ 3 ഭാഗത്ത് കാണിക്കുന്നുണ്ട്. അത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലുള്ള പുഞ്ചിരിയാണ്.
1 സെക്കൻഡോ 2 സെക്കൻഡോ നീണ്ടു നിൽക്കുന്ന പുഞ്ചിരിയാണ്. 3 പ്രാവശ്യം പുഞ്ചിരിക്കുന്നുണ്ട് PJ ആന്റണി. എപ്പോഴും ദുഃഖാകുലനായി ജീവിക്കുന്ന ഈ വെളിച്ചപ്പാട് ദേവിക്ക് മുന്നിൽ ഉറഞ്ഞു തുള്ളുന്ന, വാളെടുത്ത് ഉറഞ്ഞു തുള്ളുന്ന, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന 4 മക്കളുടെ പിതാവായ, ഒരു ഭാര്യയുടെ ഭർത്താവായ, ഒരു അപ്പന്റെ മോനായ അത്തരം കഥാപാത്രങ്ങളാണ് ആ കുടുംബത്തിലുള്ളത്. വെളിച്ചപ്പാടിന്റെ അമ്മയെ കാണിക്കുന്നില്ല, വെളിച്ചപ്പാടിന്റെ സഹോദരങ്ങളെ കാണിക്കുന്നില്ല, വെളിച്ചപ്പാടിന്റെ ഭാര്യയെയും 4 മക്കളെയും അപ്പനെയും മാത്രമാണ് കാണിക്കുന്നത്, അച്ഛനെയും മാത്രമാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ അഭിനയ മുഹൂർത്തത്തിലെ ഏതെങ്കിലും ഒരു നിമിഷം നിങ്ങൾക്ക് പറയാമോ എന്ന് ചോദിച്ചാൽ ഞാൻ ഒരിക്കലും ഉത്തരം പറയില്ല. മധ്യഭാഗം മുതൽ അവസാനം വരെയുള്ള ഭാഗത്തെ അഭിനയമാണെന്നോ, അല്ലെങ്കിൽ സിനിമ തുടങ്ങി കാൽഭാഗം ആകുന്ന നിമിഷം മുതൽ 3/4 ഭാഗമാകുന്ന നിമിഷം വരെയാണെന്നോ ഒന്നും ഞാൻ ഉത്തരം പറയില്ല. ഞാൻ കൃത്യം സെക്കൻഡുകൾ പറയും. അത് ഒരു പുഞ്ചിരിയുടെ നിമിഷമാണ്. 3 പ്രാവശ്യം വെളിച്ചപ്പാട് പുഞ്ചിരിക്കുന്നുണ്ട്. നിർമാല്യം എന്ന സിനിമയിൽ തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നാലും വെളിച്ചപ്പാട് പുഞ്ചിരിക്കുന്നത് 3 പ്രാവശ്യമാണ്. ഈ 3 പ്രാവശ്യവും പുഞ്ചിരിക്കുന്ന പുഞ്ചിരിയുടെ നീളം ഞാൻ പറഞ്ഞു തരാം. 1 സെക്കൻഡ്. എന്റെ കണക്ക് തെറ്റാണെങ്കിൽ 2 സെക്കൻഡ്. ഒരിക്കലും 3 സെക്കൻഡിന്റെ മീതെ നീളുന്ന പുഞ്ചിരികളില്ല. ഈ 3 പുഞ്ചിരികളും മാക്സിമം, ഏറ്റവും ഏറിപ്പോയാൽ 3 സെക്കൻഡുകളെ നീളുന്നുള്ളൂ. ആ പുഞ്ചിരിയെക്കുറിച്ച് ഞാൻ എളുപ്പം പറഞ്ഞിട്ട് നമുക്ക് വചനത്തിലേക്ക് കടന്നു വരാം. വെളിച്ചപ്പാടിന്റെ ജീവിതം ദാരിദ്ര്യം നിറഞ്ഞതായിരുന്നുവെന്ന് തുടക്കം മുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദേവിക്ക് മുന്നിൽ ഉറഞ്ഞു തുള്ളി വാളിന്റെ മൂർച്ചയില്ലാത്ത മറ്റു അഗ്രം കൊണ്ട് നെറ്റി പൊട്ടിക്കുന്നതാണ് പലപ്പോഴും വെളിച്ചപ്പാടുകളുടെ ജീവിതം. ഉറഞ്ഞുതുള്ളി കുറെ നടക്കും, തിരിച്ചു നടക്കും. ദേവി പ്രീതിക്കു വേണ്ടി ഉറഞ്ഞുതുള്ളുന്ന വെളിച്ചപ്പാട്. പക്ഷേ പ്രതിഫലമായി കിട്ടുന്നത് അമ്പലത്തിലെ പല ജോലിക്കാർക്ക്, ചെണ്ട കൊട്ടുന്നയാൾക്ക്, ഇടയ്ക്ക കൊട്ടുന്നയാൾക്ക്, പൂജാരിക്ക്, അങ്ങനെ പലർക്ക് കിട്ടുന്ന ശമ്പളം തുച്ഛമായിരിക്കുന്നത് പോലെ അതിലും തുച്ഛമായ ശമ്പളമാണ്, അതിലും തുച്ഛമായ കൂലിയാണ് വെളിച്ചപ്പാടിന് കിട്ടുന്നത്. ആ തുക കൊണ്ട് വേണം ഈ കുടുംബത്തെ പോറ്റാൻ. വെളിച്ചപ്പാട് തന്നെയായിരുന്ന അച്ഛൻ ഇപ്പോൾ എഴുന്നേൽക്കാൻ പോറ്റും പറ്റാതെ കിടക്കയിലാണ്, കട്ടിലിൽ കിടക്കുകയാണ്. തുടക്കം മുതൽ അവസാനം വരെ അച്ഛനെ കാണിക്കുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും അച്ഛൻ എഴുന്നേറ്റിരിക്കുന്നില്ല. ഒരിക്കൽ പോലും അച്ഛൻ ഒരു വാക്കുരിയാടുന്നില്ല. മോനെ എന്ന് വിളിക്കുന്നില്ല, ദേവി എന്ന് വിളിക്കുന്നില്ല. കണ്ണു തുറന്നു കിടക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ടാവാം. ദുഃഖത്താൽ കിടക്കുന്നു, മരിച്ചും പോകാതെ കിടക്കുന്ന ഒരച്ഛനെ കാണാം. അങ്ങനെയുള്ള ഒരച്ഛൻ ഉള്ള കുടുംബം വെളിച്ചപ്പാടിന്റെ അച്ഛൻ. വെളിച്ചപ്പാടിനൊരു ഭാര്യയുണ്ട്. വെളിച്ചപ്പാടിന് 4 മക്കളുണ്ട്. 3 പെൺമക്കളും മൂത്ത ഒരു ആൺമകനും. പറഞ്ഞാൽ താന്തോന്നിയായി ജീവിക്കുന്ന ആൺമകൻ എന്ന് പറയാം. യുവാവായ ആൺമകൻ. പലപ്പോഴും അച്ഛനുമായി പിണക്കത്തിലും വഴക്കത്തിലും കുടുംബവുമായി കലഹിച്ച് ജീവിക്കുന്നു. ദാരിദ്ര്യം കൊണ്ട് തന്നെ, കുടുംബത്തിലെ ദാരിദ്ര്യം കൊണ്ട് തന്നെ. തുടക്കത്തിൽ തന്നെ കിട്ടുന്ന തുക എത്ര തുച്ഛമാണെന്ന് അറിയിക്കുന്നുണ്ട്. മകനാണെങ്കിൽ വ്യക്തമായ ജോലിയില്ല, നല്ല ജോലിയില്ല. മൂത്ത മോളാണെങ്കിൽ അവിടെ വരുന്ന പൂജാരിയുമായിട്ട് പ്രണയത്തിലാണ്. ഇളയ 2 പെൺമക്കളാണെങ്കിൽ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുകുട്ടികൾ എന്ന് പറയാവുന്ന പെൺകുട്ടികൾ. ഒരു കുഞ്ഞുകുട്ടി ചെറിയ കുട്ടിയാണ്, കുഞ്ഞു പാവാട മാത്രമേ എടുക്കുന്നുള്ളൂ. അതെടുക്കാനുള്ള സാമ്പത്തിക ശേഷി മാത്രമേ ഉള്ളൂ കുഞ്ഞു പെൺകുട്ടി. അപ്പൊ നിങ്ങൾക്ക് പ്രായം മനസ്സിലാക്കാൻ പറ്റും. അടുത്ത പെൺകുട്ടി, തൊട്ടു മുകളിലുള്ള പെൺകുട്ടിയും ചെറിയ പെൺകുട്ടി തന്നെ, കുഞ്ഞു പാവാടയും കുഞ്ഞു ബ്ലൗസും മാത്രം എടുക്കുന്ന കുഞ്ഞു പെൺകുട്ടി. അങ്ങനെ 4 പേരടങ്ങുന്ന ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തിൽ കടങ്ങളുണ്ട്. കടം വാങ്ങിയിരിക്കുന്ന പലരുണ്ടാവാം. അതിൽ ഒരാളുടെ നമ്മൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. അത് ഒരു
മുസ്ലിമായ വ്യക്തിയാണെന്ന് വസ്ത്രധാരണത്തിലൂടെയും പെരുമാറ്റത്തിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ വ്യക്തി പലപ്പോഴും അലട്ടുന്നുണ്ട് കടം വാങ്ങിയ പണം തിരിച്ചു തരാൻ. നമുക്ക് ആ വ്യക്തിയെ കുറ്റം പറയാൻ പറ്റില്ല. ഒരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിയാൽ തിരിച്ചു കൊടുക്കേണ്ടതാണ്. തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അയാൾ ദേഷ്യപ്പെടുമെന്നുള്ളത് സത്യമാണ്. നമുക്ക് അവരെ കുറ്റം പറയാനാവില്ല. ഈ ഇദ്ദേഹത്തിനാണെങ്കിൽ, ഈ വെളിച്ചപ്പാടിനാണെങ്കിൽ തിരിച്ച് പണം കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്നു. ദാരിദ്ര്യം കൊണ്ട് ജീവിക്കുന്ന അവസരത്തിൽ ഒരിക്കൽ വെളിച്ചപ്പാടിന്റെ വാളും ചിലങ്കയും അതുപോലുള്ള വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് ഓരോരോ വീടുകളിൽ കടന്നു ചെന്ന് ഞാൻ ഇന്ന അമ്പലത്തിലെ വെളിച്ചപ്പാടാണെന്ന് പറയുകയും ചിലർ എന്തെങ്കിലുമൊക്കെ നാണയത്തുട്ടുകളായോ അരിയായോ മറ്റു സാധനങ്ങളായോ കൊടുക്കുന്നതും കാണിക്കുന്നുണ്ട്. അങ്ങനെ കൊടുക്കുന്നതിനിടയിലും ഒരു സ്ത്രീ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട്, വെളിച്ചപ്പാടേ കൃത്യമായ വാക്യമല്ല, ആ സ്ത്രീ പറയുന്ന കൃത്യമായ വാക്യമല്ല, ഏകദേശം അതേ അർത്ഥം വരുന്ന വാക്യമാണ് ഞാൻ പറയുന്നത്. ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, വെളിച്ചപ്പാടേ നിങ്ങളും തുടങ്ങിയോ ഈ പിച്ചതണ്ടാൻ? പിച്ചതണ്ടി മാന്യമായ പിച്ചതണ്ടലെന്ന് വെളിച്ചപ്പാടിന് തോന്നിയത് കൊണ്ടായിരിക്കുമല്ലോ വെളിച്ചപ്പാടിന്റെ വസ്ത്രവും വെളിച്ചപ്പാടിന്റെ വാളും വെളിച്ചപ്പാടിന്റെ ചിലങ്കകളും എടുത്തുകൊണ്ട് ഓരോ ഭവനത്തിലും ചെല്ലുന്നത്. അങ്ങനെ പല സ്ഥലത്തും പോയി വീട്ടിൽ തിരിച്ചെത്തി വീട്ടിൽ അരി കൊടുത്തിട്ടുണ്ടാവാം, പണം കൊടുത്തിട്ടുണ്ടാവാം. പിറ്റേ ദിവസം ഏറ്റവും ഇളയ മോള് ചോദിക്കുകയാണ്, ഇവിടെയും ഞാൻ കൃത്യമായ വാക്യമല്ല പറയുന്നത്, ആ പെൺകുട്ടി ചോദിച്ച ചോദ്യത്തിന് സമാനമായ അർത്ഥത്തിലുള്ള വാക്യം, അച്ഛാ അച്ഛൻ ഇന്നും പോകുന്നില്ലേ? അച്ഛന് ദേഷ്യം വന്നു പോയി. എങ്ങോട്ടേക്കാ പോകേണ്ടത്? ഇന്നലെ പോയില്ലേ, പിച്ച തണ്ടാൻ പോയില്ലേ? അതിന് സമാനമായ പോക്ക് പോകുന്നില്ലേ എന്നാണ് ഇപ്പോൾ മകൾ ചോദിച്ചിരിക്കുന്നത്. മകൾ കുഞ്ഞുകുട്ടി, നിഷ്കളങ്കയായ കുട്ടി, ആ കുഞ്ഞിനൊന്നും അറിയില്ല, അറിയാതെ ചോദിച്ചു പോയതാണ്. വെളിച്ചപ്പാട് ദേഷ്യപ്പെട്ടു, തീർച്ചയായും ദേഷ്യപ്പെട്ടു പോകും. ഇതൊരു പിച്ചതണ്ടലാണെന്നുള്ള ചിന്ത പോലെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ദാരിദ്ര്യത്തിന്റെ പല നുറുങ്ങുകൾ കാണിക്കുമ്പോഴുള്ള ഒരു നുറുങ്ങാണ് ഈ പിച്ചതണ്ടൽ എന്ന് പറയാവുന്ന, മാന്യമായ പിച്ചതണ്ടൽ എന്ന് പറയാവുന്ന പിച്ചതണ്ടൽ. ഒരിക്കൽ ഈ മകൻ ഈ അച്ഛന്റെ, വെളിച്ചപ്പാടായ അച്ഛന്റെ വില കൂടിയ ഈ വാളും, വെളിച്ചപ്പാടിന്റെ വാള് വില കൂടിയാണെന്ന് നമുക്കറിയാം. വളരെ മൂല്യമുള്ള വസ്തു കൊണ്ടാണ് ആ വാളും ചിലങ്കകളും, കൈച്ചിലങ്കകളും കാൽച്ചിലങ്കകളും ഒക്കെ. കാലിലുള്ളതിന് ചിലങ്ക എന്ന് പറയുമെന്ന് എനിക്ക് തോന്നുന്നു, കയ്യിലുള്ളതിന് എന്താ പറയുന്നത് എനിക്കറിയില്ല. കയ്യിൽ വള പോലുള്ള വസ്തു ഈ വെളിച്ചപ്പാടിടുമല്ലോ. ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് വില കൂടിയ ലോഹം കൊണ്ടാണ്. തീർച്ചയായിട്ടും അത് വിൽക്കാൻ ശ്രമിക്കുന്ന ഒരവസരം വരെയുണ്ട്. മകൻ ഇത് കണ്ട് മകനെ അടിക്കുന്നുണ്ട് കരണ്ടത്തിട്ട്. അടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ദേവിക്ക് വേണ്ടിയുള്ള വാളാണ്, ദേവിക്ക് വേണ്ടിയുള്ള ചിലങ്കകളാണ്, ദേവിക്ക് വേണ്ടിയുള്ള വളകളാണ്, ദേവിക്ക് വേണ്ടി ആടാനുള്ള വസ്തുവകകൾ ഒരു പാത്രക്കടക്കാരന് വിറ്റാൽ ഏത് അച്ഛൻ, വെളിച്ചപ്പാടായ ഏതച്ഛനാണ് സഹിക്കുക? തീർച്ചയായിട്ടും ദാരിദ്ര്യത്തിന്റെ 1-2 സ്റ്റെപ്പുകൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ, പലത് കാണിക്കുന്നുണ്ട്. ഇനി അവിടെ കഥാന്ത്യത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ മാറാരോഗം അവിടെ കടന്നു വരികയാണ്. വസൂരി പോലുള്ളൊരു രോഗം. അത് കണ്ടു കഴിഞ്ഞു. ഇത് വരാതിരിക്കണമെങ്കിൽ ദേവി പ്രീതി വേണം. അതിനെന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് ഹൈന്ദവ ആരാധനകളെക്കുറിച്ച് വലിയ അറിവില്ല. എന്തോ കുരുതി കഴിക്കണമെന്നോ മറ്റോ പറയുന്നുണ്ട്. ഒരു വലിയൊരു ഉത്സവം പോലെ കുരുതി കഴിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. അതിനുള്ള ചെലവുകളെല്ലാം ഭീമമാണ്. അതിന്റെ മുഖ്യമായ കർമ്മം വെളിച്ചപ്പാടിന്റെ തുള്ളലാണ്. ദേവിക്ക് മുന്നിൽ വെളിച്ചപ്പാട് തുള്ളുന്ന തുള്ളലാണ് ആ ആരാധനകളിലെ, ആ കുരുതി കഴിക്കലിലെ, ആ പൂജയിലെ ഏറ്റവും വലിയ ചടങ്ങായി നമുക്ക് സിനിമ കാണുമ്പോൾ. എനിക്ക് ഹൈന്ദവ ആരാധനകളെക്കുറിച്ച് വലുതായി അറിവില്ല എന്ന് ഞാൻ പറഞ്ഞു. എനിക്ക് ബോധ്യമായത്, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബോധ്യമാവുന്നത് അതാണ്. അപ്പോ ആ ദിവസം അടുത്തു വരികയാണ്. കുരുതിക്ക് വേണ്ടി അമ്പലത്തിൽ ദേവിക്ക് മുന്നിൽ ആടാനുള്ള ദിവസം വരികയാണ്, തുള്ളാനുള്ള ദിവസം വരികയാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ വീടുകളിൽ നിന്ന് അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ആഘോഷമാണ്. മഹാരോഗം
മാറ്റിമറിക്കാൻ വേണ്ടി ദേവിക്ക് മുന്നിൽ തുള്ളാൻ പോകുകയാണ്. ദേവിക്ക് മുന്നിൽ വെളിച്ചപ്പാടിന്റെ തുള്ളാൻ പോകുകയാണ്. കുരുതിയിലെ പല ആരാധനകളിലെ ഒരു ആരാധനയായിരിക്കാം. അപ്പോ ഓരോരുത്തരും അമ്പലത്തിലേക്ക് പോകുന്നത് കാണുന്നുണ്ട്. ഇനി എന്താണ് ചെയ്യാനുള്ളത്? വെളിച്ചപ്പാട് കൂടി വന്ന് വെളിച്ചപ്പാടിന്റെ തുള്ളൽ ആരംഭിക്കണം. വെളിച്ചപ്പാട് വീട്ടിലെത്തി. എന്തിനാണ്? വീട്ടിൽ നിന്ന് വെളിച്ചപ്പാടിന് തുള്ളാനുള്ള വാളും ചിലങ്കയും വളകളും അതുപോലുള്ള വസ്തുക്കൾ എടുത്തുകൊണ്ട് അമ്പലത്തിൽ വരണം, കുളിക്കണം, ദേവിക്ക് മുന്നിൽ തുള്ളണം. സുഹൃത്തുക്കളെ, സുഹൃദിനികളെ, ഈ വെളിച്ചപ്പാട്, ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഈ വെളിച്ചപ്പാട് വസൂരിയെ അകറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ വസൂരി പോലുള്ള ഏതോ ഒരു മാറാ രോഗത്തെ അകറ്റാൻ വേണ്ടി, ദേവിക്ക് മുന്നിൽ തുള്ളാൻ വേണ്ടി തന്റെ വസ്തുക്കളായ, ദേവിയുടെ പ്രിയപ്പെട്ട വസ്തുക്കളായ വാളും ചിലങ്കയും വളകളും എല്ലാം എടുക്കാൻ വീട്ടിൽ വന്നു. എടുത്തു. പോകുന്നതിന് മുമ്പ് അച്ഛനോട് പറഞ്ഞു, ഇനി എന്താണ് വേണ്ടത്? ഭാര്യയുടെ പക്കൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണം, ദാഹം തോന്നുന്നു. അവൾ വിളിച്ചു, ഭാര്യയെ വിളിച്ചു. വിളി കേട്ടില്ല. മറ്റൊരു മുറിക്കരികെ പോയിരുന്നു വിളിച്ചു, വിളി കേട്ടില്ല. സ്വയം ചോദിക്കുന്നുണ്ട്, ഇവൾ എവിടെ പോയി? അങ്ങനെ ഇരിക്കെ കേവലം സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ കിടപ്പുമുറി എന്ന് പറയുന്ന ഒരു മുറിയുടെ മുന്നിലെ അടഞ്ഞുകിടക്കുന്ന വാതിൽ തുറക്കുന്നുണ്ട്. തുറന്ന് പുറത്തു വരുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമോ? അവിശ്വസനീയമായി ഈ കിടപ്പുമുറിയിൽ നിന്നും ലുങ്കി നേരെയാക്കി പുറത്തേക്ക് വരുന്നത് കടം കൊടുക്കാൻ ഒരു മുസ്ലിമിനുണ്ടായിരുന്നല്ലോ. ആ മുസ്ലിമാണ് ഹിന്ദുവായ, ഹിന്ദുക്കളിൽ തന്നെ വെളിച്ചപ്പാടായ, ദേവിക്ക് വേണ്ടി ആടുന്ന, ദേവിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന വെളിച്ചപ്പാടിന്റെ കിടപ്പുമുറിയിൽ നിന്നും പുറത്തേക്ക് കടന്നു വരുന്നത് ഒരു മുസ്ലിമാണ്. നമുക്ക് ഊഹിക്കാം എന്തായിരിക്കാം ആ കിടപ്പുമുറിയിൽ സംഭവിച്ചിട്ടുണ്ടാവുകയെന്ന്. അദ്ദേഹം യാതൊരു കൂസലുമില്ലാതെ വെളിച്ചപ്പാടിനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് പോയി. വെളിച്ചപ്പാടും തിരിച്ച് ഉത്തരം പറഞ്ഞില്ല, പ്രതികരിച്ചില്ല. നീ എന്തിനെന്റെ കിടപ്പുമുറിയിൽ കയറിയെന്നോ, എപ്പോൾ വന്നെന്നോ, എന്തിനു വന്നെന്നോ, ലോഹ്യവർത്താനമോ, കടം തരുന്നതിനെപ്പറ്റിയോ, കടം തരുന്ന ദിവസം ഇനി എത്ര ദിവസം നീളുമെന്നോ ആ വക വിഷയങ്ങളൊന്നും പറയാതെ ഒരു നോട്ടം മുസ്ലിം വെളിച്ചപ്പാടിനെ നോക്കി, വെളിച്ചപ്പാട് മുസ്ലിമായ സഹോദരനെ നോക്കി. അദ്ദേഹം ഇറങ്ങിപ്പോയി. മുസ്ലിം. നാം ആ നിമിഷം ദേശീയ അംഗീകാരം കിട്ടിയ വെളിച്ചപ്പാടായി അഭിനയിക്കുന്ന PJ ആന്റണിയുടെ മുഖത്തേക്ക് നോക്കണം. സർവ്വദുഃഖവും മനസ്സിൽ നിറച്ചുകൊണ്ട്, ഹൃദയത്തിൽ നിറഞ്ഞ എല്ലാ ദുഃഖങ്ങളും മുഖത്തുകൂടി പ്രതിഫലിക്കുന്ന ആ വ്യക്തി കിടപ്പുമുറിയിൽ നിന്നും ആ മുസ്ലിം ഇറങ്ങിപ്പോയപ്പോൾ സാവധാനം മറ്റൊരു സ്ത്രീ കിടപ്പുമുറിയുടെ ആ വാതിലിനരികിലേക്ക് ആ മുസ്ലിമിന്റെ പിൻഗാമി എന്ന പോലെയോ ആ മുസ്ലിം പോയതിന്റെ പിന്നാലെയോ എന്ന രീതിയിൽ വരുന്നുണ്ട്. അവൾ വന്ന് അവിടെ നിന്നു. അവൾക്കും സങ്കോചമില്ല. അപ്പോൾ നമ്മുടെ വെളിച്ചപ്പാട് ഒരു വാക്യം പറയുന്നുണ്ട്. കൃത്യമായ വാക്യമല്ല ഞാൻ പറയുന്നതെങ്കിലും അവിടെ പറഞ്ഞ വാക്യത്തിന് സമാനമായ ഒരു വാക്യമാണ്. PJ ആന്റണി എന്ന ദേശീയ അംഗീകാരം കിട്ടിയ നടനായ ആ വ്യക്തിയുടെ നാവ് കൊണ്ട് പറയുന്നുണ്ട്, എടി, എന്റെ 4 മക്കളെ പെറ്റ നീയാണോടി എന്നോടിങ്ങനെ ചെയ്തത്? അത്രയേ ചോദിച്ചുള്ളൂ. എന്റെ 4 മക്കളെ പെറ്റ നീയാണോടി എന്നെ ഇങ്ങോട്ട് ഇങ്ങനെ ചെയ്തത്? എന്നിട്ട് ഭാര്യയ്ക്ക് കൂസലുണ്ടോ? ഭാര്യ തുടങ്ങുന്ന വാക്യം തന്നെ ഇങ്ങനെയാണ്. ഇതും കൃത്യമായ വാക്യങ്ങളല്ല, സമാനമായ അതേ അർത്ഥം വരുന്ന വാക്യങ്ങളാണ്. അവർ പറഞ്ഞു തുടങ്ങിയാണ്, എന്നെ ഇങ്ങനെയാക്കിയത് നിങ്ങളാണ്.
ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ദേവിക്ക് മുന്നിൽ തുള്ളാൻ പോയപ്പോൾ ഈ കുടുംബത്തിലെ ദാരിദ്ര്യം അറിഞ്ഞോ? അല്ലെങ്കിൽ ദേവി നിങ്ങളുടെ ദാരിദ്ര്യം മാറ്റിത്തന്നോ? തളർന്നുപോയി നമ്മുടെ വെളിച്ചപ്പാട്. ഒരു നിമിഷം അമ്പലത്തിലെ തുള്ളൽ തുടങ്ങിയിട്ടില്ലെങ്കിലും തുള്ളൽ എന്ന് പറഞ്ഞാൽ ഒരുതരം വിറവലാണല്ലോ. അറിയാതെ വിറച്ചുപോയി ഭാര്യയുടെ മുമ്പിൽ വെച്ച് വിറകൊണ്ടു. കേവലം സെക്കൻഡുകൾ, ചിലങ്കകൾ കിലുങ്ങി. ആ വിറവൽ, ആ തുള്ളൽ കണ്ട് ഭാര്യയും പേടിച്ചു. ഭാര്യയോട് എതിർത്തൊന്നും പറഞ്ഞില്ല. യാത്ര പുറപ്പെടുകയാണ്. വെളിച്ചപ്പാട് യാത്ര പുറപ്പെടുകയാണ്. അമ്പലത്തിലേക്കുള്ള യാത്ര. കാരണം അവിടെ എത്തിയേ മതിയാവൂ. അവിടെ എത്തി തുറഞ്ഞു തുള്ളാനുള്ളതാണ്. യഥാർത്ഥ തുള്ളൽ തുടങ്ങാനുള്ളതാണ്. യഥാർത്ഥ തുള്ളലിന് മുന്നേ തന്നെ വെളിച്ചപ്പാട് തുള്ളിപ്പോയി. കേവലം 1 സെക്കൻഡോ 2 സെക്കൻഡോ 3 സെക്കൻഡോ തുള്ളിയുള്ളെങ്കിലും വികാരാവേശത്താൽ ഭാര്യ പറഞ്ഞ വാക്യങ്ങൾ കേട്ടപ്പോൾ, എന്നെ ഇങ്ങനെയാക്കിയത് നിങ്ങളാണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ദാരിദ്ര്യത്തിന്റെ കഥ പറഞ്ഞപ്പോൾ തിരിച്ചൊരുത്തരം വെളിച്ചപ്പാട് പറഞ്ഞില്ല. പകരം വേദനയിൽ തുള്ളിപ്പോയി. അദ്ദേഹം യാത്ര പുറപ്പെടുകയാണ്. തോളത്ത് വെച്ച നിവർത്തി ലംബമായി പിടിച്ച വാളുമായി നമ്മുടെ കഥാപാത്രം പി ജെ ആന്റണി അവതരിപ്പിക്കുന്ന വെളിച്ചപ്പാട് അമ്പലത്തിലേക്കുള്ള യാത്രയാണ്. യാത്രയ്ക്കിടയിൽ 3 പേരെ പലരെ കണ്ടുമുട്ടുന്നുണ്ട്. അതിൽ 3 പേര് മാത്രം പല സമയങ്ങളിലായി വെളിച്ചപ്പാടിനോട് ചോദിക്കുന്നുണ്ട്. കൃത്യമായ വാക്യമല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്, സമാനമായ വാക്യങ്ങൾ. അതായത് ചോദിക്കുന്നുണ്ട് വെളിച്ചപ്പാടിനോട്, വെളിച്ചപ്പാട് കുരുതിക്കുള്ള തുള്ളൽ തുടങ്ങാൻ പോവുകയല്ലേ, എല്ലാം കേമമാക്കണോട്ടോ എന്നുള്ള സ്നേഹപൂർണമായ വാക്യം. അത് കേൾക്കുമ്പോൾ നമ്മുടെ വെളിച്ചപ്പാട്, ഞാൻ ഈ എപ്പിസോഡിന്റെ ആദ്യം പറഞ്ഞ ആ പുഞ്ചിരി പുഞ്ചിരിക്കുകയാണ്. ആ പുഞ്ചിരിക്ക് നീളം ഏറ്റവും കൂടിയാൽ 3 സെക്കൻഡേ ഉള്ളൂ. 1 സെക്കൻഡോ 2 സെക്കൻഡോ 3 സെക്കൻഡോ മാത്രം നീളുന്ന പുഞ്ചിരിയാണ്. ആ പുഞ്ചിരിക്കിടയിൽ എല്ലാ ഉത്തരങ്ങളുണ്ട്. സുഹൃത്തുക്കളെ, ആ ചോദിച്ച വ്യക്തിക്ക് ആ പുഞ്ചിരിയെക്കുറിച്ചോ പുഞ്ചിരിക്ക് പിന്നിലുള്ള ദുഃഖത്തെക്കുറിച്ചോ അറിയില്ലെങ്കിലും ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ ദുഃഖം എന്താണെന്നും വർഷങ്ങളായി തുടരുന്ന ദുഃഖം എന്താണെന്നും. ആ ദുഃഖത്തിനിടയിലും പുഞ്ചിരിക്കുന്ന ആ വ്യക്തി പുഞ്ചിരിച്ചാൽ ആ പുഞ്ചിരിയാണ് മനോഹരമായ അഭിനയമെന്നും നിങ്ങൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. തുടർന്ന് നടന്നു പോകുമ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങളുമായി സമീപിക്കുന്ന വേറെയും 2 വ്യക്തികളെ കാണുന്നുണ്ട്. അവർക്ക് മുന്നിലും ഉത്തരം നാവുകൊണ്ടുള്ള സംഭാഷണമായിട്ടില്ല. ഇന്നുവരെ പുഞ്ചിരിക്കാത്ത വെളിച്ചപ്പാട് 1 സെക്കൻഡ് നേരമോ 2 സെക്കൻഡ് നേരമോ പുഞ്ചിരിക്കുന്നുണ്ട്. ദുഃഖങ്ങൾക്കിടയിലും പുഞ്ചിരിക്കുന്നവരുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഒരു വചനപ്രഘോഷണവുമായി നിങ്ങളുടെ മുന്നിൽ നിൽക്കുമ്പോഴും ഒരു ചെറിയ ദുഃഖം എന്നിലുണ്ട്. പക്ഷെ ഞാൻ പുഞ്ചിരിക്കുകയാണ്. ഈ ദുഃഖങ്ങൾക്കിടയിൽ ഞാൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചാൽ നിങ്ങളിൽ ആരും ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ വാട്സപ്പ് മെസ്സേജിൽ വന്നതുപോലെ ദുഃഖങ്ങൾക്കിടയിലും പുഞ്ചിരിക്കുന്നവരെ, ദുഃഖങ്ങൾക്കിടയിലും പുഞ്ചിരിക്കുമ്പോഴും ആ പുഞ്ചിരിക്ക് പിന്നിലും ഒരു ദുഃഖമുണ്ടെന്ന് തിരിച്ചറിയുന്ന വ്യക്തി. രണ്ടാമത് പറഞ്ഞത് ശകാരിക്കുമ്പോഴും ശകാരത്തിന് പിന്നിലും സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കുന്ന വ്യക്തി. മൂന്നാമത് പറഞ്ഞത് മൗനമായിരിക്കുമ്പോഴും ആ മൗനത്തിന് പിന്നിലുള്ള കാരണം മനസ്സിലാക്കുന്ന വ്യക്തി നിങ്ങളുടെ ഉത്തമ സ്നേഹിതനാണെന്ന് പറഞ്ഞു, നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയാണെന്ന് പറഞ്ഞു, നിങ്ങളെ സ്നേഹിക്കുന്ന വ്യക്തിയാണെന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ആ വ്യക്തിയെ വിശ്വസിക്കാമെന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ ഈ പുഞ്ചിരിക്കുമ്പോൾ ദൈവത്തിനു വേണ്ടി വചനം പ്രഘോഷിക്കണമെന്നുള്ള ആഗ്രഹം കൂടുതലായുണ്ട്. ദുഃഖങ്ങൾക്കിടയിൽ ഞാൻ പ്രഘോഷിക്കാൻ എനിക്ക് പ്രയാസമുള്ളപ്പോഴും ഞാൻ പ്രഘോഷിച്ചാൽ ഞാൻ കൂടുതൽ ആരോഗ്യവാനായി മാറുന്ന ഒരു നിമിഷം കൂടുതൽ മനോഹരമായ രീതിയിൽ എനിക്ക് പ്രഘോഷിക്കാൻ ദൈവം ഇടവരുത്തും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. തീർച്ചയായിട്ടും ഈ ദുഃഖങ്ങളെക്കുറിച്ചും
ആ ദുഃഖങ്ങൾക്ക് പിന്നിലുള്ള പുഞ്ചിരിയെക്കുറിച്ചുമൊക്കെ മറ്റൊരു സമയത്ത് ഞാൻ വിശദമാക്കാം. ഏകദേശം 30 മിനിറ്റോളം കഴിഞ്ഞു. നാം വചനത്തിലേക്ക് ഒന്നും കടന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ തുടരുകയാണ്. വചനത്തിൽ വായിച്ചുകൊണ്ട് തുടരുകയാണ്. നമ്മൾ അവസാനം വായിച്ചത് 28-ാം വാക്യമായിരുന്നു. അതൊരിക്കൽ കൂടി വായിച്ചുകൊണ്ട് 29-ാം വാക്യത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയ്ക്ക് കീഴേ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പക്കഷണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. സോറി, കഴിഞ്ഞ എപ്പിസോഡിൽ ഏറ്റവും അവസാനം വായിച്ച വാക്യങ്ങളിൽ ഒന്നിതാണ്. തീർച്ചയായിട്ടും ആ വിശ്വാസം കണ്ട് യേശുക്രിസ്തു അത്ഭുതപ്പെട്ടുപോയി എന്ന് നമ്മൾ പറഞ്ഞു. ഒരു നല്ല സ്ത്രീയാവുന്നത് തല കുമ്പിട്ട് നടക്കുന്നത് കൊണ്ടോ മൗനമായി നടക്കുന്നത് കൊണ്ടോ മൂടിപ്പുതച്ച് നടക്കുന്നത് കൊണ്ടോ അല്ല. പ്രതികരിക്കേണ്ട സ്ഥലത്ത് പ്രതികരിക്കുമ്പോൾ കൂടിയാണ്. ഇത്തിരി കൂടി നല്ല ഭാഷയിൽ പറഞ്ഞാൽ, പ്രതികരിക്കേണ്ട സ്ഥലത്ത് മനോഹരമായി പ്രതികരിക്കുമ്പോഴാണ്. ഇവിടെ നാം സീറോ ഫിനീഷ്യൻ സ്ത്രീയെക്കുറിച്ച് വായിച്ചു കേട്ടു. കഥ കഴിഞ്ഞ പ്രാവശ്യം കേട്ടതാണ്. യേശുക്രിസ്തു പലർക്ക് സൗഖ്യം നൽകുന്നു എന്നറിഞ്ഞ് യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ കടന്നു വന്ന അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീയാണ്, അന്യമതത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഈ കഥയിലെ നായികയായ സ്ത്രീ, സീറോ ഫിനീഷ്യൻ സ്ത്രീ. ഈ സ്ത്രീ സൗഖ്യത്തിനായി വരുമ്പോൾ യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്യമുണ്ട്, ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് ടയറിലേക്ക് പോയി അവിടെ ഒരു വീട്ടിൽ പ്രവേശിച്ചു. തന്നെ ആരും തിരിച്ചറിയാതിരിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചു. എങ്കിലും അവന് മറഞ്ഞിരിക്കാൻ കഴിഞ്ഞില്ല. ഒരു സ്ത്രീ അവനെക്കുറിച്ച് കേട്ട് അവിടെ എത്തി. അവൾക്ക് അശുദ്ധാത്മാവ് ബാധിച്ച ഒരു കൊച്ചുമകൾ ഉണ്ടായിരുന്നു. ആ സ്ത്രീ വന്ന് അവന്റെ കാൽക്കൽ വീണു. അവൾ സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു ഗ്രീക്കുകാരിയായിരുന്നു. തന്റെ മകളിൽ നിന്ന് പിശാചിനെ ബഹിഷ്കരിക്കണമെന്ന് അവൾ അവനോട് അപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, ആദ്യം മക്കൾ ഭക്ഷിച്ചു തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. യേശുക്രിസ്തു ഇത് പറയാനുണ്ടായ കാര്യം യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട്, ഞാൻ ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ കാൽവരി മലയിൽ മരിക്കാനായി അയക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ കാലിത്തൊഴുത്തിൽ ജനിക്കാനായി അയക്കപ്പെട്ടിരിക്കുന്നത്, മരിച്ച് 3-ാം നാൾ ഞാൻ ഉയർക്കപ്പെടുവാനായി അയക്കപ്പെട്ടിരിക്കുന്നത് ഇസ്രായേല്യർക്ക് വേണ്ടിയാണ്. ഇസ്രായേലിൽ നഷ്ടപ്പെട്ടു പോയ ആടുകളെ തിരിച്ചു വിളിക്കാനാണ്. സ്വർഗത്തിനുടമകളായി തീരുന്നത് ഇസ്രായേല്യരാവുമ്പോഴാണ്. നാം ഇസ്രായേൽ എന്ന് പറഞ്ഞ രാജ്യത്ത് ജനിച്ചവരല്ല. നാം പിന്നെ തെരഞ്ഞെടുക്കപ്പെട്ടവരാകണമെങ്കിൽ, യേശുക്രിസ്തു തിരിച്ചുപോയ സ്വർഗത്തിൽ തന്നെ എത്തണമെങ്കിൽ നാം ഇസ്രായേല്യരാകേണ്ടിയിരിക്കുന്നു. ഇസ്രായേൽ രാജ്യത്ത് പോയി, വിമാനത്തിൽ പോയി, പാസ്പോർട്ട് എടുത്ത് വിമാനത്തിൽ പോയി, വിസ എടുത്ത് ഇസ്രായേലിൽ പോയി അവിടുത്തെ പൗരത്വം സ്വീകരിക്കുക എന്നല്ല അർത്ഥം. ഇസ്രായേൽ ഇന്ന് ലോകമെങ്കും പരന്നുകിടക്കുന്ന ജനതതിയാണ്. ലോകമെങ്കും ചിതറിക്കപ്പെട്ട് കിടക്കുന്ന ജനവിഭാഗത്തിൽപ്പെട്ടവരാണ്. അവർക്ക് എന്ത് വചനം യേശുക്രിസ്തു കൊടുത്തിരിക്കുന്നുവോ ആ വചനത്തെ പിൻചെല്ലുന്നവരെല്ലാം ഇസ്രായേലിന്റെ പിന്തുടർച്ചക്കാരാവുന്നു. ഇസ്രായേലിൽ നഷ്ടപ്പെട്ടുപോയ ആടുകളെ, നശിക്കപ്പെട്ട ആടുകളെ, പാപത്താൽ നശിക്കപ്പെട്ട ആടുകളെ എടുത്ത്
സ്വർഗരാജ്യത്തിന് പറ്റിയ രീതിയിൽ ആത്മീയമായ ശുദ്ധി വരുത്തുന്നതിന് അയക്കപ്പെട്ട വ്യക്തിയാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു തീർച്ചയായിട്ടും ഇസ്രായേലിനെ സുഖപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. ഇസ്രായേലിയർക്ക് പാപമോചനം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്കും പാപമോചനം വേണമെങ്കിൽ, നമുക്കും സ്വർഗരാജ്യം വേണമെങ്കിൽ നാമും ഇസ്രായേലിയരാവേണ്ടിയിരിക്കുന്നു. നാമും ഇസ്രായേലിയർ. ദൈവം ഇസ്രായേലിയർക്ക് ഏത് നിയമം കൊടുത്തുവോ, എങ്ങനെ പഠിപ്പിച്ചുവോ ആ പഠനത്തെ തുടർന്ന് ആ രീതി തുടർന്നവരാണ് ക്രിസ്ത്യാനി, ക്രിസ്തുവിന്റെ അനുയായി എന്ന പേര് അർഹനാകുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ നിറഞ്ഞ് കവിഞ്ഞ് അവർ പുറത്തോട്ടൊഴുകി, ക്രിസ്തുമതം നിറഞ്ഞു കവിഞ്ഞ് പുറത്തോട്ടൊഴുകി. നാം ഇസ്രായേലിയരാവുകയാണെങ്കിൽ, നാം ക്രിസ്തു പറഞ്ഞ കൽപ്പനകളനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ, നാം ഏത് മതത്തിൽപ്പെട്ടവരായിക്കൊള്ളട്ടെ, ക്രിസ്തു എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ച് നാം ജീവിക്കുകയാണെങ്കിൽ നാം ഇസ്രായേലിയരായി മാറുകയാണ്. നാം ദൈവത്തിന്റെ മക്കളായി മാറുകയാണ്. നാം സ്വർഗത്തിന് അവകാശികളായി മാറുകയാണ്. സ്വർഗത്തിന് അവകാശികളായി മാറുക എന്ന് പറയുമ്പോൾ എവരും ചിന്തിച്ചേക്കാം, സ്വർഗം കിട്ടിയില്ലെങ്കിലും എന്ത് എന്ന്. പക്ഷെ വേറെ ഒരു സാധനം കൂടി ഉണ്ടെന്നുള്ളതാണ് വാസ്തവം. നരകം എന്ന് പറയുന്നൊരു വസ്തു ഉണ്ട്. ഈ ഭൂമിയിൽ ഒന്നും ഉണ്ടാക്കപ്പെടുകയോ നശിക്കപ്പെടുകയോ ഇല്ല എന്ന ശാസ്ത്ര കണ്ടുപിടുത്തം പോലെ തന്നെയാണ് മനുഷ്യരിലെ ആത്മാവും. അതൊരിക്കലും ഉണ്ടാക്കപ്പെടുകയോ നശിക്കപ്പെടുകയോ ചെയ്യുന്നില്ല. ഈ മരണത്തോടുകൂടി നമ്മിലുള്ള ആത്മാവ് മരിച്ചു പോകുന്നില്ല, അത് ജീവിക്കുക തന്നെ ചെയ്യും. അപ്പോൾ എവിടെ ജീവിക്കും? സ്വർഗത്തിൽ ജീവിക്കണം. അപ്പോൾ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടാതെ ഇരിക്കുകയാണെങ്കിൽ, പാപത്തിന്റെ ജീവിതം മൂലം സ്വർഗരാജ്യത്തിന് അർഹരാകാതെ ജീവിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും? ഒന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ലെന്നാണല്ലോ പറഞ്ഞത്. അങ്ങനെയില്ല, രണ്ടവസ്ഥകളേയുള്ളൂ, സ്വർഗമെന്നും നരകമെന്ന് പറയുന്ന അവസ്ഥ. ആത്മാവ് സ്വർഗത്തിൽ പോയില്ലെങ്കിൽ എവിടെ പോകും? സുഹൃത്തുക്കളെ, ആ വാക്ക് ഞാൻ ഉച്ചരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്ര തീക്ഷ്ണമായ വേദനയുടെ, അത്ര തീക്ഷ്ണമായ ഘോര തീയുടെ ജീവിതമാണ് നരകത്തിലേത്. നമുക്കേവർക്കും സ്വർഗം കിട്ടേണ്ടിയിരിക്കുന്നു. നാം ഏവരും ഇസ്രായേലിയരാവേണ്ടിയിരിക്കുന്നു. ഇസ്രായേലിന് കൊടുത്ത നിയമങ്ങൾക്കനുസരിച്ച് ജീവിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ സീറോ ഫിനീഷ്യൻ സ്ത്രീയോട് യേശുക്രിസ്തു പറഞ്ഞത്, ഇസ്രായേലിൽ നഷ്ടപ്പെട്ട ആടുകളുടെ ഇടയിലേക്കാണ് ഞാൻ വന്നത്. നഷ്ടപ്പെട്ട കുഞ്ഞാടിനെ തേടിയിറങ്ങിയ ഇടയനാണ് ഞാൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു പറഞ്ഞൊരു വാക്യമുണ്ട്, മക്കളുടെ ഭക്ഷണമെടുത്ത്, റൊട്ടിക്കഷ്ണമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കാറില്ല. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ഈ വന്ന സ്ത്രീയെ നായെ എന്ന് വിളിച്ചതിന് തുല്യമായി പോയി, പട്ടി എന്ന് വിളിച്ചതിന് തുല്യമായി പോയി. എന്നിട്ടും ഈ സ്ത്രീയുടെ വിശ്വാസം ക്ഷയിച്ചോ? ആ സ്ത്രീ തിരിച്ച് തെറി പറഞ്ഞോ? തിരിച്ച് ചീത്ത പറഞ്ഞോ? തിരിച്ച് മോശമായി എന്തെങ്കിലും പറഞ്ഞോ? സ്ത്രീ ശാക്തീകരണവാദിയെപ്പോലെ അവൾ സംസാരിച്ചോ? ഇല്ല. എന്നിട്ടും അവൾ പ്രതികരിച്ചില്ലേ? അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. സ്ത്രീയാവുന്നത് തലകുമ്പിട്ട് നടന്നിട്ടോ, മൗനമായി നടന്നിട്ടോ ഒന്നുമല്ല, നല്ല രീതിയിൽ പ്രതികരിച്ചാണ്. ഇന്നത്തെ സ്ത്രീ ശാക്തീകരണവാദികളായ ചില സ്ത്രീകൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് പോലെ കരാട്ട പഠിച്ചിട്ടോ, പിന്നുകൊണ്ട് കുത്തിയിട്ടോ, കരണത്തിട്ടടിച്ചിട്ടോ പ്രതികരിക്കാനല്ല ഞാൻ പറഞ്ഞത്. ഈ സ്ത്രീയുടെ പ്രതികരണം എങ്ങനെയായിരുന്നു? യേശുക്രിസ്തു പറഞ്ഞു, മക്കളുടെ ഭക്ഷണം, റൊട്ടിക്കഷ്ണങ്ങൾ, അപ്പക്കഷ്ണങ്ങൾ എടുത്ത് നായ്ക്കൾക്ക് കൊടുക്കരുത്. തിരിച്ചപ്പോൾ തന്നെ സ്ത്രീ ഉത്തരം പറഞ്ഞു. അതൊരു തർക്കുത്തരമായിരുന്നില്ല. ഉത്തരം എന്തായിരുന്നു? പട്ടികളും നായകളും. കല്ലിയോ കർത്താവേ, നായകളും മക്കളുടെ മേശപ്പുറത്ത്, ഭക്ഷണമിരിക്കുന്ന മേശപ്പുറത്ത് നിന്ന്, അവർ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് ഒരു പൊടി താഴെ വീണുകയാണെങ്കിൽ, അഴുക്കായ, വേസ്റ്റായ, ചീത്തയായ ഒരു കഷണം വീഴുകയാണെങ്കിൽ, താഴെ കിടക്കുന്ന കഷണം
നക്കിത്തിന്നാനോ നക്കിക്കുടിക്കാനോ നായുണ്ടാവുമല്ലോ. അല്ലയോ കർത്താവേ, ഞാൻ നായാണ്, ഞാൻ പട്ടിയാണ്, ഞാൻ ഇസ്രായേൽ ഗോത്രത്തിൽ ജനിച്ച വ്യക്തിയല്ല, ഞാൻ അന്യജാതിക്കാരിയാണ്, അന്യമതക്കാരിയാണ്. ഇത്രയുമൊന്നും പറഞ്ഞില്ല. ആ സ്ത്രീ ഇത്രയേ പറഞ്ഞുള്ളൂ. ആ സ്ത്രീയുടെ പ്രതികരണം ഞാൻ വായിക്കാം. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ. അതിനു മുമ്പ് യേശുക്രിസ്തു പറഞ്ഞ വാക്യം കൂടി ഞാൻ വായിച്ചിട്ട് സ്ത്രീയുടെ പ്രതികരണം കൂടി വായിക്കാം. അവൻ പ്രതിവചിച്ചു, ആദ്യം മക്കൾ ഭക്ഷിച്ചു തൃപ്തരാകട്ടെ. മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കുന്നത് നന്നല്ല. അവൾ മറുപടി പറഞ്ഞു, കർത്താവേ, അത് ശരിയാണ്. എങ്കിലും മേശയ്ക്ക് കീഴെ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പക്കഷണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ. അവൻ അവളോട് പറഞ്ഞു, ഈ വാക്കുമൂലം നീ പൊയ്ക്കൊള്ളുക. പിശാച് നിന്റെ മകളെ വിട്ടുപോയിരിക്കുന്നു. അവൾ വീട്ടിലേക്ക് പോയി. കുട്ടി കട്ടിലിൽ കിടക്കുന്നത് അവൾ കണ്ടു. പിശാച് അവളെ വിട്ടുപോയിരുന്നു. ഇതാണ് മനോഹരമായ പ്രതികരണം. ഈ പ്രതികരണം കേട്ടിട്ട് യേശുക്രിസ്തു അവളോട് പറഞ്ഞില്ല, നീ എന്താണ് എന്നോട് തർക്കുത്തരം പറയുന്നു എന്ന് ചോദിച്ചില്ല. ഞാൻ ഗുരുവാണെന്നറിയില്ലേ? നീ അന്യജാതിയിൽപ്പെട്ട ഒരു സ്ത്രീ, നീ എന്തുത്തരമാണ് എന്നോട് പറയുന്നത്? ഇങ്ങനെയാണോ സ്ത്രീകൾ ചെയ്യേണ്ടത്? തലകുനിച്ച് നടക്കണ്ടേ? മൗനമായിരിക്കണ്ടേ? അങ്ങനെയൊന്നും യേശുക്രിസ്തു പറഞ്ഞില്ല. യേശുക്രിസ്തുവിന് സന്തോഷമായി. പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കുന്നവളാണ് നല്ല സ്ത്രീ. നല്ല രീതിയിൽ പ്രതികരിക്കുന്നവളാണ് നല്ല സ്ത്രീ. അല്ലാതെ എല്ലാം കേട്ടുകൊണ്ടിരിക്കും. പിറ്റേ ദിവസവും ആ ജീവിതം തന്നെ തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ പിറ്റേ മണിക്കൂറിലും പിറ്റേ മിനിറ്റിലും ഈ സംഭാഷണങ്ങൾക്ക് ശേഷവും ആ ജീവിതം തുടരുകയാണെങ്കിൽ നീ ഒരു നല്ല സ്ത്രീയല്ല. പ്രതികരിക്കുക, മനോഹരമായി പ്രതികരിക്കുക. പ്രതികരിക്കുക, മനോഹരമായി പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ചു മുമ്പ് കരാട്ടയെക്കുറിച്ച് പറഞ്ഞു, പിന്നുകൊണ്ട് കുത്തുന്നതിനെക്കുറിച്ച് പറഞ്ഞു, കാരണത്തിട്ടടിക്കുന്നതിനെ പറ്റി പറഞ്ഞു, മറ്റു മർദ്ദനമുറകളെ പറഞ്ഞു. ഇന്ന് കേസ് കൊടുക്കലിന്റെ ഒരു ട്രെൻഡ് നടക്കുകയാണല്ലോ, ഒരു ഹരമായിരിക്കുകയാണല്ലോ സ്ത്രീകൾക്ക്. കാരണമുണ്ടാകാൻ കാത്തിരിക്കാൻ, കാരണമില്ലെങ്കിൽ കാരണമുണ്ടാക്കി കേസ് കൊടുക്കാൻ കാത്തിരിക്കുകയാണ് പുരുഷനെതിരെ. അങ്ങനെയുള്ള പ്രതികരണങ്ങളിലാണ് ഇന്നത്തെ സ്ത്രീകളിൽ പലരുടെയും ഹോബി. ഞാൻ മറ്റൊരു മനോഹരമായ പ്രതികരണം നടത്തിയ ഒരു സ്ത്രീയെക്കുറിച്ച് ഞാൻ പറയാം. എന്നിട്ട് സമയം ദീർഘിച്ചു പോയതിനാൽ കുറച്ച് വചനഭാഗം മാത്രം വായിച്ചതിന് ശേഷം നിർത്താം. എന്റെ ചെറുപ്പകാലത്ത് എന്റെ വീട്ടിൽ 4 ചേച്ചിമാരും തൊട്ടു താഴെ ഞാനും എന്റെ അനിയനുമാണ്. 6 മക്കളാണ്. മൂത്ത രണ്ടാമത്തെ ചേച്ചി എന്ന് പറയാൻ ഒരു ചേച്ചി കൂടി ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. ആ ചേച്ചി ജനിച്ച് കേവലം ഒരു ദിവസത്തിനുള്ളിൽ മരിച്ചുപോയി. അതുകൊണ്ട് എപ്പോഴും പറയുമ്പോൾ 6 മക്കളെന്നേ പറയാറുള്ളൂ. കേവലം മണിക്കൂർ മാത്രമേ രണ്ടാമത്തെ ചേച്ചി ജീവിച്ചിരുന്നുള്ളൂ. കണ്ടിട്ടില്ല ആരും. അപ്പച്ചനും അമ്മച്ചിയും മൂത്ത ചേച്ചിയും മാത്രമേ ആ കുഞ്ഞിനെ കണ്ടിട്ടുണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഉള്ളത് 6 മക്കള്. അവരിലും 2 പേർ മരിച്ചുപോയി. ഈ 4 പേരും, എനിക്ക് മുമ്പേയുള്ള 4 പേരും വിശുദ്ധമായ ജീവിതം നയിച്ച് വിശുദ്ധിയോടെ വിവാഹ ജീവിതത്തിലേക്കോ സന്യാസിനി ജീവിതത്തിലേക്കോ കടന്നുപോയി. ഒരാളും ഒരു ചീത്തപ്പേരിന് കാരണം വരുത്താതെ ജീവിച്ചു. ഇപ്പോഴും അവർ ജീവിക്കുന്നു. 2 പേർ ജീവിക്കുന്നു, 2 പേർ മരിച്ചുപോയി എന്ന് ഞാൻ പറഞ്ഞുവല്ലോ. വിശുദ്ധിയോടെ വൈവാഹിക ജീവിതത്തിലോ സന്യസ്ത ജീവിതത്തിലോ അവർ നല്ല ഭാര്യമാരായോ നല്ല കന്യാസ്ത്രീയായോ ജീവിക്കുന്നു. 5ാമത്തെ ആളാണ് ഞാൻ. ഞാനും ജീവിതം തുടങ്ങിയതൊക്കെ വളരെ മനോഹരമായിട്ടാണ്, വിശുദ്ധിയോടെ തന്നെയാണ്. പക്ഷേ ഞങ്ങളുടെ കുടുംബത്തിലില്ലാത്ത ഒരു സംഭവം എന്റെ ജീവിതത്തിൽ ഉണ്ടായി. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ ആഴ്ച ഒരു പെൺകുട്ടിയോട് ഒരു ആഗ്രഹം. എനിക്കുണ്ടായ ആഗ്രഹമല്ല,
ആ പെൺകുട്ടി എന്റെ പക്കലേക്ക് വരികയായിരുന്നു. സാധാരണ ആൺകുട്ടികൾ പെൺകുട്ടികളെ കമന്റ് അടിക്കുകയോ മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ചെറുപ്പക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ ആ ഭാഷകളൊന്നും ഉപയോഗിക്കാറില്ല. ഇങ്ങനെ ചരക്ക്, അടിപൊളി, ഉഡായിപ്പ് ഇങ്ങനെയുള്ള വാക്കുകളൊന്നും ഞാൻ ഉപയോഗിക്കാറില്ല. അതൊന്നും തെറ്റാണെന്നല്ല കേട്ടോ പറഞ്ഞത്, അതൊക്കെ കറക്റ്റായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കാറില്ല. ഞാൻ ഇപ്പോൾ ഒരു വാക്ക് അത് ഉപയോഗിക്കേണ്ടി വരുന്നത് കൊണ്ടാണ്. അതിന്റെ പഞ്ചാരടി എന്നുള്ളൊരു വാക്കുണ്ടല്ലോ, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അതിന്റെ സമയമാണ്. എല്ലാവരും അങ്ങനെ നടക്കുന്ന സമയമാണ്. 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെ പഞ്ചാരടിച്ച് നടക്കുന്ന ആൺകുട്ടികൾ ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ അങ്ങനെയുള്ള യാതൊരു കാര്യത്തിനും പോയിട്ടില്ല. ഞാൻ അങ്ങനെയുള്ള കുടുംബത്തിലുമായിരുന്നില്ല. അത് തെറ്റാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. പ്രായത്തിനനുസരിച്ച് നല്ല രീതിയിൽ പെൺകുട്ടികളുടെ പക്കൽ പോകുന്നതും സംസാരിക്കുന്നതും ഒക്കെ ഒരു തെറ്റുള്ള കാര്യമല്ല. തെറ്റിലേക്ക് വീഴാതിരുന്നാൽ മതി. പക്ഷേ ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഞാൻ സാധാരണ മുമ്പ് പറഞ്ഞു, ആൺകുട്ടികളാണല്ലോ ഈ പഞ്ചാരടി എന്നുള്ള കാര്യവുമായി പെൺകുട്ടികളുടെ പക്കലേക്ക് പോകുന്നത്. നേരെ തിരിച്ചിവിടെ സംഭവിച്ചു എന്ന് പറയാം. പെൺകുട്ടികൾ എന്നെ അപ്രകാരം എന്നോട് പെരുമാറി എന്ന് പറയാം. സ്വാഭാവികമായിട്ട് ഞാൻ ചിന്തിച്ചു പോയി, ഞാൻ എന്തൊരു ആണാണ്, ഈ പെൺകുട്ടികൾ പോലെ ഇതുപോലെ ജോളിയായിട്ട് നടക്കുന്നു, ഞാനിങ്ങനെ പെൺകുട്ടികളെ പോലെ നടന്നാലോ എന്ന് കരുതി ആ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയോട്, ആ കൂട്ടത്തിലുണ്ടായിരുന്ന പെൺകുട്ടി രണ്ട് പെൺകുട്ടികൾ മാത്രമേ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാം കൊച്ചുകുട്ടികളായിരുന്നു. കൊച്ചുകുട്ടികളെ കൊണ്ടാണ് ഞാൻ പോകുമ്പോൾ എന്തെങ്കിലും എന്നോട് ചോദിപ്പിക്കുന്നത്. പക്ഷെ എനിക്ക് ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിയോട് തന്നെ, ഞാനും 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഞാൻ വേറെ സ്കൂളിൽ, ആ പെൺകുട്ടി വേറെ സ്കൂളിൽ, എനിക്ക് സംസാരിക്കാനും ചിരിക്കാനും അതിന്റെ പുറകെ നടക്കാനും ഒക്കെ ആഗ്രഹം തോന്നി. ഞാൻ നടന്നു, ശരിക്കും നടന്നു. ആ ഇടയ്ക്ക് ഒരു സൈക്കിളും വാങ്ങിച്ചു തന്നു. സൈക്കിളൊക്കെ അമൂല്യമായ വസ്തുക്കളായിരുന്നു അന്ന് സൈക്കിളും വാങ്ങിച്ചു തന്നു. അങ്ങനെ സൈക്കിള് കൊണ്ട് കറങ്ങാൻ തുടങ്ങി. പെൺകുട്ടിയെ കാണാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരലും ഇവിടെ നിന്ന് അങ്ങോട്ട് വരലും. പക്ഷെ ആ ആദ്യം കാണിച്ച പഞ്ചാരടി എന്നുള്ള തരത്തിലുള്ള വർത്തമാനം ആ പെൺകുട്ടിയുടെ ജീവിതത്തിൽ ഒരേ ഒരു ദിവസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവർ തമാശ എന്ന രീതിയിൽ ചെയ്തു. പക്ഷെ ഇത് കാര്യമായി ഗൗരവമായി ഏറ്റെടുത്തത് ഞാനാണ്. ഞാൻ ആ പെൺകുട്ടിയോട് സ്നേഹം, ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കും ഇതിനു മുമ്പ് ഉണ്ടാകാതിരുന്ന തരത്തിലുള്ള ഒരു സ്നേഹവുമായി ഞാൻ പിന്നാലെ നടന്നു. വർത്തമാനം പറയാനുള്ള ആഗ്രഹം, വർത്തമാനം പറയാൻ പേടി. അക്കാലത്ത് ആൺകുട്ടികൾ പെൺകുട്ടികളോട് വർത്തമാനം പറയാറില്ല, പെൺകുട്ടികൾ ആൺകുട്ടികളോട് വർത്തമാനം പറയാറില്ല. അഥവാ ഏതെങ്കിലും ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയോട് വർത്തമാനം പറയുന്നത് കണ്ടാൽ വിശ്വസിച്ചോളൂ, അവർ തമ്മിൽ പ്രേമത്തിലാണ്. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ അവർ കല്യാണം കഴിക്കും. ഇന്ന് സ്ഥിതി മാറി. കൂടെ ഇരിക്കുന്നു, കൂടെ കെട്ടിപ്പിടിച്ച് നടക്കുന്നു. എല്ലാ ആണുങ്ങളും എല്ലാ പെണ്ണുങ്ങളെയും കെട്ടിപ്പിടിച്ച് നടക്കുന്നു, പെണ്ണുങ്ങളെല്ലാം ആണുങ്ങളെ കെട്ടിപ്പിടിച്ച് നടക്കുന്നു. വായിൽ മിഠായി വെച്ചു കൊടുക്കുന്നു, ഒരുമിച്ച് വണ്ടിയിൽ യാത്ര ചെയ്യുന്നു, എല്ലാം ഒരുമിച്ച് ചെയ്യുകയാണ്. മാതാപിതാക്കളും അത് കാണുന്നുണ്ട്. അതൊരു തെറ്റിന്റെ രീതിയിലല്ല, അപ്രകാരമുള്ള ഒരു ദുർചിന്ത അവർക്കില്ല എന്നറിയുന്നത് കൊണ്ട് അങ്ങനെ ആയിരിക്കട്ടെ, അങ്ങനെ ആയാൽ നിയന്ത്രിച്ചു നിർത്തണം മാതാപിതാക്കൾ. അല്ല എന്നറിയുന്നു. നല്ലൊരു 50% ആൺകുട്ടികളും പെൺകുട്ടികളും വളരെ നല്ല രീതിയിലാണ് ഇടപഴകുന്നത് ഇക്കാലത്ത്. പക്ഷെ അക്കാലത്ത് അങ്ങനെയായിരുന്നില്ല. അപ്പോ സംസാരിക്കാനുള്ള ആഗ്രഹങ്ങളും എല്ലാം ഉണ്ടെങ്കിലും നടക്കുന്നില്ല, പേടിയുണ്ട്, ഇങ്ങനെയൊക്കെ പോകുന്ന ഇടക്ക് 10ാം ക്ലാസ്സിന്റെ ആദ്യ ആഴ്ചയാണ് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. 10ാം ക്ലാസ് കഴിഞ്ഞു, അത് കഴിഞ്ഞ് 10ാം ക്ലാസ്സിലെ പരീക്ഷ കഴിഞ്ഞു. അതിനുശേഷം വേദോപദേശവുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം ഞാൻ ക്ലാസ് കഴിഞ്ഞ് പോരുന്ന സമയത്ത് ഈ പെൺകുട്ടി ഇത്തിരി ഒരു 3 ബസ് സ്റ്റോപ്പ് ദൂരെയുള്ള ഒരു സ്ഥലത്താണ് വേദോപദേശം പഠിക്കാൻ പോയിരുന്നത്. വേദോപദേശത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ കിട്ടുന്നവരെ ഇടവകാതലത്തിലും പിന്നീട് അതിരൂപതാതലത്തിലും ഒക്കെ കൊണ്ടുപോകുന്ന ഏർപ്പാടുണ്ടല്ലോ. അതേ രീതിയിൽ പെൺകുട്ടികളുടെ ഭാഗത്തുനിന്ന് 1ും 2ും 3ും കിട്ടിയതിൽ 1ാം സ്ഥാനക്കാരി ആ പെൺകുട്ടിയായിരുന്നു. പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള 1ാം സ്ഥാനക്കാരി ആ പെൺകുട്ടിയായിരുന്നു. ആൺകുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള 3ാം സ്ഥാനക്കാരൻ ഞാനായിരുന്നു. പക്ഷേ പഠിച്ച് അടുത്ത ഇടവകാതലത്തിൽ ചെന്നപ്പോൾ ഞാൻ സുസ്ഥിരമായ വിജയം നേടി 1ാം സ്ഥാനത്തേക്ക് എത്തി.
അപ്പോ ഈ 1, 2, 3 സ്ഥാനം നേടിയ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും പ്രത്യേകമായി എടുത്ത് ഇത്തിരി ദൂരെയുള്ള മറ്റൊരു കോൺവെന്റിൽ, അതാണ് 3 ബസ് സ്റ്റോപ്പിന് ദൂരെ എന്ന് പറഞ്ഞത്, ബസ് സ്റ്റോപ്പിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ പഠിപ്പിക്കുന്ന അന്നത്തെ ക്ലാസ്സിൽ 3 പേര് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ സ്നേഹം കാണിക്കുന്ന ഈ പെൺകുട്ടി, സ്നേഹിക്കുന്ന പെൺകുട്ടി, വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്ന പെൺകുട്ടി. പ്രായം നിങ്ങൾക്കറിയാം 10 വയസ്സേ ഉള്ളൂ. പക്ഷെ ആഗ്രഹം അത്രയേറെ ജനിച്ചു കഴിഞ്ഞു. അത്രയേറെ ഞാൻ ഒരു വലിയ സ്നേഹത്തിന് അടിമപ്പെട്ടുപോയി. ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കുമില്ലാത്ത ഒരു സ്നേഹം. ഓക്കെ. അപ്പോ അന്നത്തെ ക്ലാസ്സിൽ ഫസ്റ്റ്, സെക്കൻഡും തേടിയ 3 6 പേര് വരുന്നതിന് വരെ അന്നത്തെ ക്ലാസ്സിൽ ആകെ 3 പേരുണ്ടായിരുന്നുള്ളൂ. ഈ പറഞ്ഞ പെൺകുട്ടി, മറ്റൊരു പെൺകുട്ടി, പിന്നെ ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് ഞാൻ മാത്രം. അപ്പൊ ക്ലാസ് കഴിഞ്ഞ് പോകുന്ന വഴി അവർ പതുക്കെ നടന്നാണ് പോകുന്നത്. അവർ കുറച്ച് നടന്നു പോകുന്നത് വരെ ഞാൻ അവിടെ ചുറ്റിപ്പറ്റി നിന്നു. കാരണം എനിക്ക് സൈക്കിളുണ്ട്. ഞാൻ പിന്നാലെയല്ലേ വരികയുള്ളൂ. അവരെ ഇടക്ക് വെച്ച് കാണണമെങ്കിൽ അവർ കുറച്ച് നടന്നിട്ടുണ്ടാവണമല്ലോ എന്ന് കരുതി ഞാൻ അവിടെ ചുറ്റിപ്പറ്റി നിന്നു. അവർ നടന്നു തുടങ്ങി. ഞാൻ സൈക്കിൾ എടുത്തു. അവരുടെ ഭാഗത്തെത്തിയപ്പോൾ ഞാൻ സ്ലോയാക്കി. എന്തെങ്കിലും സംസാരിക്കാം, അല്ലെങ്കിൽ മുമ്പ് പറഞ്ഞ പോലെ പഞ്ചാരടിയാണല്ലോ തുടങ്ങേണ്ടത്. അത് കാപട്യത്തിന്റെ പഞ്ചാരടിയല്ല, വൈവാഹിക ജീവിതത്തിന്റെ മനോഹരമായ ആഗ്രഹങ്ങളുമായുള്ള സ്നേഹബന്ധം എന്നിൽ തുടങ്ങിക്കഴിഞ്ഞു, എന്റെ ഹൃദയത്തിൽ പാകിക്കഴിഞ്ഞു. അപ്പോ ഞാൻ സൈക്കിൾ വളരെ വേഗത കുറച്ചു, അവർ നടക്കുന്ന വേഗത്തിലാക്കി. ഞാൻ എന്തു പറഞ്ഞപ്പോഴാണ് ഈ കഥ പറഞ്ഞു വന്നത്? സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ പ്രതികരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ, നല്ല സ്ത്രീ നല്ല രീതിയിൽ പ്രതികരിക്കണം എന്ന് പറഞ്ഞപ്പോൾ, കരാട്ടയിലൂടെയല്ല, പിന്നുവെച്ച് കുത്താൻ അവസരമുണ്ടാക്കി പിന്നുവെച്ച് കുത്തുന്നതിലൂടെയല്ല, കരണത്തിട്ടടിക്കാൻ അവസരമുണ്ടാക്കി കരണത്തിട്ടടിക്കുന്നതിലൂടെയല്ല, മലയാളത്തിലോ ഇംഗ്ലീഷിലോ തെറി വിളിക്കാൻ അവസരമുണ്ടാക്കി അങ്ങനെ ചെയ്യുന്നതിലൂടെയല്ല, കേസെടുക്കാൻ അവസരങ്ങളുണ്ടാക്കി കേസെടുപ്പിക്കുന്നതിലൂടെയല്ല പ്രതികരിക്കേണ്ടത് എന്ന് കാണിക്കാനാണ് ഞാൻ സീറോ ഫിനീഷ്യൻ സ്ത്രീയുടെ കഥ പറഞ്ഞതിന്റെ തുടർച്ചയായി നല്ല രീതിയിൽ പ്രതികരിക്കണം എന്ന് പറയാൻ വേണ്ടി ഈ പെൺകുട്ടിയെക്കുറിച്ച് പറഞ്ഞു തന്നത്. നിങ്ങൾ ഓർമ്മിക്കുക, ഒരു കാര്യം ഈ പെൺകുട്ടിയെക്കുറിച്ച് ഞാൻ പറയാൻ മറന്നുപോയി. വിശുദ്ധിയുടെ നിറകുടമായിരുന്നു ഈ പെൺകുട്ടി. ഒരുപക്ഷെ നിങ്ങൾക്ക് മോശമായ ധാരണ ഈ പെൺകുട്ടിയെക്കുറിച്ച് തോന്നാം. പഞ്ചാരടി എന്ന വാക്ക് ഞാൻ ആദ്യം ഉപയോഗിച്ചത് ഈ പെൺകുട്ടിയെക്കുറിച്ച് പറയാനാണ്. അല്ല, ഒരു ദിവസം ഒരു തമാശ എന്ന നിലയിൽ ആ കൊച്ചു പെൺകുട്ടികളെ കൊണ്ട് എന്തെങ്കിലും ചോദിപ്പിച്ചിട്ടുണ്ടാവാം. ആ പെൺകുട്ടിയുടെ ജീവിതം അങ്ങനെയല്ല, വിശുദ്ധിയുടെ നിറകടമാണ്. കന്യാസ്ത്രീയാകാൻ പോകും എന്നുള്ള ധാരണ അവിടെയുള്ള ഏവർക്കും ഉണ്ടായിരുന്നു. യേശുക്രിസ്തുവിനെ മണവാളനായിട്ടാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് ആ പെൺകുട്ടി കുർബാന സ്വീകരിക്കുന്ന ഓരോ കുർബാന സ്വീകരണവും കാണുമ്പോൾ അറിയാം. ആ പെൺകുട്ടിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഭക്തിയെക്കുറിച്ചറിയാം. വളരെ മനോഹരമായി നൃത്തം കളിക്കുന്ന പെൺകുട്ടിയായിരുന്നു. വളരെ മനോഹരമായി പ്രസംഗം പറയുന്ന പെൺകുട്ടിയായിരുന്നു. വളരെ നല്ല രീതിയിൽ പഠിച്ച് സുസ്ഥിരമായ വിജയങ്ങൾ നേടുന്ന പെൺകുട്ടിയായിരുന്നു. നല്ല ശബ്ദമുള്ള പെൺകുട്ടിയായിരുന്നു. എല്ലാ നന്മകളും ഒത്തിണങ്ങിയ ഒരു പെൺകുട്ടിയായിരുന്നു. ഞാൻ ഇപ്പോഴും പറയാം, ഈ പെൺകുട്ടിക്ക് സമാനമായ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ കാണുക അസാധ്യമാണ്. സൗന്ദര്യമായി മാറുന്നത് ഹൃദയം ശുദ്ധി കൂടിയുള്ളപ്പോഴാണ്. വെളുത്ത നിറത്തോടുകൂടിയോ സൗന്ദര്യത്തോടുകൂടിയോ ജനിച്ചിട്ടും വൈരൂപ്യമായി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. വെറുപ്പ് നിറച്ചുകൊണ്ടും ദേഷ്യം നിറച്ചുകൊണ്ടും പിന്നുവെച്ച് കുത്തണമെന്നും കരാട്ടെ പഠിച്ച് തകർക്കണമെന്നും ഉള്ള വൈരാഗ്യബുദ്ധിയോടുകൂടി ജീവിച്ച് ദൈവം തന്നിട്ടുള്ള വെളുത്ത നിറത്തെ സൗന്ദര്യത്തെ വൈരൂപ്യമാക്കുന്ന സ്ത്രീകളുമുണ്ട്. നേരെ തിരിച്ച് ദൈവം ജനനത്തിന്റെ സമയത്ത് സൗന്ദര്യം കൊടുത്തില്ലെങ്കിലും, വെളുത്ത നിറം കൊടുത്തില്ലെങ്കിലും, ദരിദ്രരെ സേവിച്ചുകൊണ്ട് അവരെ സ്നേഹിച്ചുകൊണ്ട് സ്ത്രീ സഹജമായ സ്നേഹമെന്ന പുണ്യത്തെ ഹൃദയത്തിൽ ഏറ്റുകൊണ്ട് സ്ത്രീ സഹജമായ പുരുഷനിലുള്ളതിനേക്കാളും കൂടുതൽ സ്നേഹവും കരുണയും ദൈവം നിറച്ചിരിക്കുന്നത് സ്ത്രീയിലാണ്. അങ്ങനെ ആ ദൈവം കൊടുത്തിരിക്കുന്ന സ്നേഹത്തെ സ്നേഹമായി
പ്രോജ്വലിപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരോട് സ്നേഹം കാണിക്കുന്ന, കാരുണ്യം കാണിക്കുന്ന, എല്ലാ നന്മകളും കാണിക്കുന്ന സ്ത്രീകൾ അവരുടെ ഹൃദയത്തിൽ നിറയുന്ന ആ സ്നേഹവും കരുണയും മറ്റു നന്മകളും പുറത്തേക്ക് മുഖത്തിലൂടെ പ്രതിഫലിപ്പിക്കുമ്പോൾ നിറം കറുപ്പാണെങ്കിലും ജനിച്ചത് വൈരൂപ്യത്തോടു കൂടിയാണെങ്കിലും നമുക്ക് സൗന്ദര്യമായി തോന്നുന്ന സ്ത്രീകളുമുണ്ട്. പറഞ്ഞത് ഇത്രയും മാത്രം. സൗന്ദര്യത്തോട് ജനിച്ചിട്ടും വൈരൂപ്യമായി ജീവിക്കുന്ന സ്ത്രീകളുമുണ്ട്. വൈരൂപ്യത്തോടുകൂടി ജനിച്ചിട്ടും സൗന്ദര്യമായി നമുക്ക് അനുഭവപ്പെടുന്ന സ്ത്രീകളുമുണ്ട്. നമുക്ക് വീണ്ടും ഈ 15 വയസ്സുള്ള പെൺകുട്ടിയിലേക്ക് വരാം. ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, സൗന്ദര്യമുള്ള പെൺകുട്ടിയാണ്. അത് എന്ത് സൗന്ദര്യം? മാദക സൗന്ദര്യമല്ല. പരിശുദ്ധ കന്യകാമറിയത്തെ കണ്ട് ആർക്കെങ്കിലും മാദക സൗന്ദര്യം എന്ന് പറയാൻ പറ്റുമോ? എല്ലാ വിശുദ്ധരായ സ്ത്രീകളുടെയും മുഖത്തേക്ക് നോക്കുക. വിശുദ്ധ അൽഫോൻസാമയെ നോക്കുക, വിശുദ്ധ കൊച്ചു തെരേസയെ നോക്കുക, വിശുദ്ധ മരിയകുര്യറ്റിയെ നോക്കുക. ഇവരുടെ മുഖത്തെല്ലാമുള്ള സൗന്ദര്യം, എത്ര വൈരൂപ്യം അവർ ആക്കാൻ ശ്രമിച്ചാലും അവരുടെ സൗന്ദര്യം കൂടിക്കൂടി വരികയുള്ളൂ, കൂടിക്കൂടി വരുന്നതേയുള്ളൂ. അവർ ഒരു ബ്യൂട്ടി പാർലറിലും പോയിട്ടില്ല. അവർ കേശാലങ്കാരത്തിന് ഒന്നും ശ്രമിച്ചിട്ടില്ല. കവിളിന് സൗന്ദര്യമുണ്ടാകാൻ അവർ ശ്രമിച്ചിട്ടില്ല. അവർ ചുണ്ടിന് ചുവന്ന നിറമുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല. ഏറ്റവും കുറഞ്ഞത് ബീഡി വലിക്കാതിരുന്നാൽ മതിയാകും, സിഗരറ്റ് വലിക്കാതിരുന്നാൽ മതിയാകും, ചുണ്ടിന് നല്ല നിറം കിട്ടിയിരിക്കും, ഭേദപ്പെട്ട നിറം കിട്ടിയിരിക്കും. അവരൊരു ബ്യൂട്ടി പാർലറിലും പോയി ചുണ്ടിന് ചുവന്ന നിറം വരുത്തിയിട്ടില്ല. ഇല്ലാത്ത കറുപ്പ് നിറം കണ്ണിന്റെ പീലിക്കോ മറ്റു ഭാഗങ്ങളിലോ വരുത്തിയിട്ടില്ല. വെള്ള പെയിന്റ് അവർ കവിളെടുത്തടിച്ചു വെച്ചിട്ടില്ല. പക്ഷെ സൗന്ദര്യം കവിഞ്ഞൊഴുകുകയാണ്. അതുപോലെ സൗന്ദര്യം കവിഞ്ഞൊഴുകുന്ന പെൺകുട്ടിയാണ് ഈ 15 വയസ്സുള്ള പെൺകുട്ടി. കൃത്രിമ സൗന്ദര്യമല്ല. യേശു എന്ന മണവാളൻ എന്റെ ഹൃദയത്തിലേക്ക് ദിവ്യകാരുണ്യത്തിന്റെ രൂപത്തിൽ എന്റെ നാവിലൂടെ ഭക്ഷിക്കപ്പെട്ട് എന്റെ ഹൃദയത്തിലേക്കാണ് ചെല്ലുന്നത്. അതുകൊണ്ട് തന്നെ ഹൃദയം നിറഞ്ഞു കവിയുന്ന സൗന്ദര്യം, ഹൃദയം പൊട്ടിപ്പുറത്തേക്ക് വന്ന് മുഖത്തൂടെ ഒഴുകുന്നത് കൊണ്ടുള്ള സൗന്ദര്യം കൊണ്ടാണ് ഈ പെൺകുട്ടി സുന്ദരിയായിരിക്കുന്നത്. അപ്പോൾ സൗന്ദര്യമുണ്ട്, വളരെ മനോഹരമായി പ്രസംഗിക്കാൻ അറിയാം, വളരെ മനോഹരമായ ശബ്ദത്തിനുടമയാണ്, വളരെ മനോഹരമായ നൃത്തക്കാരിയാണ്, വളരെ നന്നായി പഠിക്കുന്ന കുട്ടിയാണ്, വിജ്ഞാനമുള്ള പെൺകുട്ടിയാണ്, നേതൃവാസനയുള്ള പെൺകുട്ടിയാണ്. അങ്ങനെ പറയാവുന്ന നന്മകളെല്ലാം ഉള്ള പെൺകുട്ടിയുടെ പക്കൽ ഞാൻ സൈക്കിൾ കൊണ്ടുവന്ന് വേഗത കുറച്ചു. അവർ നടക്കുന്ന വേഗതയിലാക്കി. ആ പെൺകുട്ടി മറ്റൊരു പെൺകുട്ടിയുടെ കൂടിയാണ് നടക്കുന്നത്. ആ പെൺകുട്ടി ഞാൻ മറ്റൊന്നും ചോദിക്കുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നുവല്ലോ. ഞാൻ ഞെട്ടിപ്പോയി. അപ്രതീക്ഷിതമായ ചോദ്യം. ഞാൻ ചോദിച്ചു, തെറ്റിദ്ധാരണയോ? പേടിച്ചുകൊണ്ടായിരിക്കും ചോദിച്ചത്. ആ പെൺകുട്ടി ഉത്തരം പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹോദരനായിട്ടാണ് കാണുന്നത്. ഞാനെന്തുത്തരം പറയാനാണ്? തിരിച്ചുത്തരം പറഞ്ഞു, ഞാൻ നിങ്ങളെയും സഹോദരിയായിട്ടാണ് കാണുന്നത്. പെട്ടെന്ന് വായിൽ നിന്ന് വന്ന ഉത്തരം മാത്രമാണ്. തീർച്ചയായിട്ടും സഹോദരിയായിട്ടല്ല കാണുന്നതെന്ന് ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അന്ന് വരെ സഹോദരിയായിട്ടല്ല കണ്ടിട്ടുള്ളത്, അന്ന് സഹോദരിയായിട്ടല്ല കണ്ടത്, ഇനി നാളെയും നാളെ മുതലുള്ള ജീവിതത്തിലും സഹോദരിയായിട്ടല്ല കാണാൻ പോകുന്നത്. എന്നാലും വായിൽ നിന്ന് അങ്ങനെ വന്നുപോയി. അപ്പൊ സംഭാഷണം ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നുവെന്ന് തോന്നുന്നുവല്ലോ. ഉത്തരം, തെറ്റിദ്ധാരണയോ? ഞാൻ നിങ്ങളെ സഹോദരനായിട്ടാണ് കാണുന്നത്. ഉത്തരം, ഞാനും നിങ്ങളെ സഹോദരിയായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും ഈ പ്രായത്തിൽ എനിക്ക് അധികം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പിന്നെ എന്ത് സംസാരിച്ചു എന്നൊന്നും ഓർമ്മയില്ല. സൈക്കിളിന്റെ വേഗത കൂട്ടി ഞാൻ മുന്നോട്ട് നടന്നു. തീർച്ചയായിട്ടും അന്നും അതിന്റെ പിറ്റേ ദിവസവും അന്നു മുതലുള്ള ഏകദേശം 8 വർഷക്കാലവും ഞാൻ 15 വയസ്സ് മുതൽ എന്റെ 22-ാം വയസ്സ് വരെയും ഞാൻ ആ പെൺകുട്ടി വിവാഹം കഴിച്ചു പോയി. 22-ാം വയസ്സിൽ വിവാഹം കഴിച്ചു പോകുന്നത് വരെയും ഞാൻ ആ പെൺകുട്ടിയെ എന്റെ ജീവിതത്തിലെ എന്റെ സഖിയാക്കണമെന്നുള്ള, എന്റെ ഭാര്യയാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ജീവിച്ചത്. നമ്മളുടെ വിഷയം അതല്ല. പെൺകുട്ടി പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് ഈ വിഷയത്തിലേക്ക് വന്നത്. നിങ്ങൾ ഓർക്കണം, 15 വയസ്സുള്ള ഒരു മാലാഖ പറഞ്ഞതാണ്, 15 വയസ്സുള്ള ഒരു പെൺകുട്ടി പറഞ്ഞതാണ്. വർഷങ്ങൾക്ക് മുമ്പാണ്. പെൺകുട്ടി ആൺകുട്ടിയോട് സംസാരിക്കാത്ത കാലമാണ്.
ആൺകുട്ടി പെൺകുട്ടിയോട് സംസാരിക്കാത്ത കാലമാണ്. അഥവാ സംസാരിച്ചാൽ അവർ തമ്മിൽ പ്രേമമാണെന്ന് നനച്ചോളൂ, നാളെയില്ലെങ്കിൽ മറ്റന്നാൾ അവർ കല്യാണം കഴിക്കും എന്ന അവസ്ഥയുള്ള കാലഘട്ടത്തിലാണ് ഈ പെൺകുട്ടി ഇങ്ങനെ പറഞ്ഞതെന്ന് ഓർക്കണം. വർഷങ്ങൾ പലത് കഴിഞ്ഞു. ഇന്ന് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരു സ്നേഹവും പ്രേമവും ഇല്ലെങ്കിൽ കെട്ടിപ്പിടിച്ചു നടക്കുന്ന കാലമാണ്, കൂടെ ഇരിക്കുന്ന കാലമാണ്, ഒരുമിച്ച് വണ്ടിയിൽ യാത്ര ചെയ്യുന്ന കാലമാണ്, കയ്യിലിരിക്കുന്ന മിഠായി മറ്റുള്ളവർ കാണുക നാവിൽ വെച്ചു കൊടുക്കുന്ന കാലമാണ്. പക്ഷേ ഇന്ന് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് ആ പെൺകുട്ടി പറഞ്ഞ പോലെ പറയാനുള്ള, പ്രതികരിക്കാനുള്ള കഴിവുണ്ടോ? നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു, ഞാൻ നിങ്ങളെ സഹോദരനായിട്ടാണ് കാണുന്നത് എന്ന് പറയാനുള്ള കഴിവുണ്ടോ? ഇല്ല. 99% പെൺകുട്ടികൾക്കും ആ കഴിവില്ല. അവർക്ക് കഴിവുള്ളത് കരാട്ടെ ചെയ്യാനറിയാം. പിന്നുവെച്ച് കുത്താൻ അറിയാം. പിൻവെച്ച് കുത്താൻ കാരണമുണ്ടാക്കാൻ അറിയാം. കാരണമുണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ പരാതി പറയാൻ അറിയാം. കരണത്തിട്ടടിക്കാൻ അറിയാം. എത്ര കരണത്തിട്ടടിച്ചാൽ എന്റെ പേരിൽ കുറ്റം വരില്ല, ഞാൻ പെണ്ണാണ്, എനിക്കെത്രയും ആരെയും അടിക്കാൻ അധികാരമുണ്ട് എന്ന രീതിയിൽ പ്രതികരിക്കാൻ അറിയാം. ഈ പെൺകുട്ടി പ്രതികരിച്ച പോലെ പ്രതികരിക്കാൻ അറിയില്ല. നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നുവല്ലോ, ഞാൻ നിങ്ങളെ സഹോദരനായിട്ടാണ് കാണുന്നത് എന്ന് പറയാൻ അറിയുന്ന പെൺകുട്ടികൾ ഇന്ന് വിരളമാണ്. സീറോ ഫിനീഷ്യൻ സ്ത്രീയെപ്പോലെ കർത്താവേ, അത് ശരിയാണ്, എങ്കിലും മേശയ്ക്ക് കീഴെ നിന്ന് നായ്ക്കളും മക്കൾക്കുള്ള അപ്പക്കഷണങ്ങളുടെ ബാക്കി തിന്നുന്നുണ്ടല്ലോ എന്ന് പറയാനുള്ള പ്രതികരണശേഷിയും ഉള്ള പെൺകുട്ടികൾ കുറവാണ്. നല്ല പെൺകുട്ടികൾ ഉണ്ടാവട്ടെ, നല്ല പ്രതികരണങ്ങളുള്ള പെൺകുട്ടികൾ ഉണ്ടാവട്ടെ. കരാട്ടെ എല്ലായിടത്തും ഗുണം ചെയ്യണമെന്നില്ല. 2 കഥ പെട്ടെന്ന് പറഞ്ഞു നിർത്തിക്കാം. ഒരിക്കൽ ബോബി അച്ഛൻ പറഞ്ഞു കേട്ട കഥയാണ്. നാട്ടിലെ എല്ലാവരെയും കരാട്ടെ പഠിപ്പിച്ച ഒരു കരാട്ടെ മാസ്റ്റർ ഉണ്ടായിരുന്നു. നാട്ടിലെ എല്ലാവരെയും കരാട്ടെ പഠിപ്പിച്ച കരാട്ടെ മാസ്റ്റർ. ഈ കരാട്ടെ മാസ്റ്റർ എന്തോ ഒരു കാരണത്താൽ ആളുകളെല്ലാം എടുത്ത് മാനത്തിട്ടിടിച്ചു. ഞാൻ പറഞ്ഞ വാക്യം ശ്രദ്ധിച്ചോ? മാനത്തിട്ടിടിച്ചു, ആകാശത്തിട്ടിടിച്ചു, മാനത്തിട്ടിടിച്ചു. ഇടിയെല്ലാം കഴിഞ്ഞ് അയാൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ഒരാൾ വന്ന് ചോദിച്ചു, അല്ലയോ ഗുരു, കരാട്ടെ ഗുരു, നിങ്ങൾ ഈ നാട്ടുകാരെ മുഴുവൻ കരാട്ടെ പഠിപ്പിച്ച കരാട്ടെ മാസ്റ്ററാണ്. പക്ഷെ എനിക്ക് സങ്കടം തോന്നുന്നു, നിങ്ങളെല്ലാവരും മാനത്തിട്ടിടിച്ചല്ലോ, നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. കരാട്ടെ മാസ്റ്റർ ഉത്തരം പറഞ്ഞു, ഒന്ന് നിലത്ത് നിർത്തിയിരുന്നെങ്കിൽ എന്തെങ്കിലും സ്റ്റെപ്പ് എടുക്കാമായിരുന്നു. ഒന്ന് നിലത്ത് നിർത്തിയിരുന്നെങ്കിൽ സ്റ്റെപ്പ് എടുക്കാമായിരുന്നു. നിലത്ത് നിർത്താതെ മാനത്തിട്ടിടിക്കുകയായിരുന്നു. ഇദ്ദേഹം കരാട്ടെ മാസ്റ്റർ ആയത് കാരണം കരാട്ടയുടെ കൂടെ ഫോർമുലകളുടെ അടിസ്ഥാനത്തിൽ കുറച്ച് സ്റ്റെപ്പൊക്കെ എടുക്കണം. സ്റ്റെപ്പൊക്കെ എടുത്ത് ആണ് ഇടി തുടങ്ങുന്നത്. സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് നാട്ടുകാരെല്ലാം എടുത്ത് മാനത്തിട്ടിടിച്ചു, അത്ര തന്നെ. രണ്ട് കഥ പറയാന്നാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കഥ പറയാം. നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? സ്റ്റെപ്പ് എടുത്ത് കരാട്ടെ തുടങ്ങുന്ന സമയത്ത് നാട്ടുകാരെ എടുത്ത് വീശി, നാട്ടുകാരെടുത്ത് പെരുമാറി, നാട്ടുകാരെടുത്ത് മാനത്തിട്ടിടിച്ചു. ഇനി ഒരു കഥ കൂടി. നിങ്ങളെവരും കൊട്ടിഘോഷിക്കുന്ന നിർഭയ എന്ന് പറഞ്ഞ ആ സ്ത്രീയെ കുറിച്ച് ഞാനൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കണമെന്ന് ഞാൻ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഈസാ നബി മലയാളം എപ്പിസോഡ് 6 ആണെന്ന് എനിക്ക് തോന്നുന്നു നിർഭയെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നിർഭയയുടെ വിശുദ്ധി അല്ലെങ്കിൽ അവിശുദ്ധിയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതിലാണ്. എനിക്ക് മറ്റുള്ളവർക്ക് പറയുന്നത് കേട്ട് അവരെ കോപ്പി അടിച്ച് ആരുടെയും പ്രീതി കിട്ടണ്ട, ഒരു ആണിന്റെയും പെണ്ണിന്റെയും പ്രീതി കിട്ടണ്ട. എനിക്ക് സ്വന്തമായ അഭിപ്രായം പറയാൻ ദൈവം ശക്തി തന്നിട്ടുണ്ടെങ്കിൽ അതനുസരിച്ച് ഞാൻ പറയും.
ഞാൻ നിർഭയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ആ എപ്പിസോഡ് ദയവ് ചെയ്ത് കേൾക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് ആ എപ്പിസോഡ് കിട്ടുന്നില്ലെങ്കിൽ എന്റെ പേര് ജോസഫ് ജൂഡ് കാനാട്ട് നിക്കോളാസ് എന്ന് യൂട്യൂബ് സെർച്ചിംഗ് ബാറിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് 204 വീഡിയോകളും കിട്ടും. അഥവാ കിട്ടാതെ വരികയാണെങ്കിൽ ഈസ നബി മലയാളം എപ്പിസോഡ് 6 7 ആണ്, എനിക്ക് കൃത്യമായി ഓർമ്മയില്ല. അപ്രകാരം അടിച്ചു കൊടുത്താലും കിട്ടും. നിങ്ങൾക്ക് അപ്രകാരം അടിച്ചു കൊടുത്തിട്ട് കിട്ടുന്നില്ലെന്നാണെങ്കിൽ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എന്റെ ഈ വാട്സപ്പിലേക്കോ എന്റെ ഫോൺ നമ്പറിലേക്കോ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ എന്റെ ഫോൺ നമ്പർ 9387172611 9387172611 സോറി. നിങ്ങൾ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ എപ്പിസോഡ് മാത്രമായിട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും. അതിൽ ആ നിർഭയെക്കുറിച്ച് പറയുമ്പോൾ നിർഭയെക്കുറിച്ച് പറഞ്ഞ പല കാര്യങ്ങളിലൊന്ന്, നിർഭയ നാവ് കൊണ്ട് കസർത്ത് കാണിക്കുന്നവളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ആരെന്ത് പറഞ്ഞാലും തിരിച്ചു പ്രതികരിക്കുന്നത്, തർക്കിക്കുന്ന സ്ത്രീയായിരുന്നു എന്ന്, പെൺകുട്ടിയായിരുന്നു എന്ന് അമ്മ തന്നെ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്ന്, അവൾ കരാട്ട പഠിച്ചവളായിരുന്നു. ഞാൻ ഇവിടെ ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്, നിർഭയുടെ വിശുദ്ധിയെക്കുറിച്ചോ അവിശുദ്ധിയെക്കുറിച്ചോ പറയാനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞ എപ്പിസോഡ് ഈസ നബി മലയാള എപ്പിസോഡ് 6 അല്ലെങ്കിൽ 7 ആണ്. നിങ്ങൾ അത് നോക്കിയാൽ മതി. ഞാൻ അവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മറ്റുള്ളവർ പറയുന്നത് കേട്ട് നിർഭയെ പുണ്യവതിയാക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. ഓക്കെ, നിങ്ങൾ ഓർക്കുക, കരാട്ടെ പഠിച്ചിട്ടുണ്ടായിരുന്നു, നാവ് കൊണ്ട് കസർത്ത് കാണിക്കുന്നവളായിരുന്നു. അമ്മയുടെ സാക്ഷ്യമാണത്. കരാട്ടെ മുമ്പ് നമ്മൾ പറഞ്ഞ കരാട്ടെ മാസ്റ്റർക്ക് പറ്റിയതുപോലെ നിർഭയയ്ക്ക് കരാട്ടെ ആവശ്യ സമയത്ത് പ്രയോജനം ചെയ്തില്ലല്ലേ? സുഹൃത്തുക്കളെ, സുഹൃദിനികളെ, നമുക്കാദ്യം പെൺകുട്ടികളെ, നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നുവല്ലോ, ഞാൻ നിങ്ങളെ സഹോദരനായിട്ടാണ് കാണുന്നത് എന്ന് പറയാൻ പഠിപ്പിക്കാം. സഭ്യത പഠിപ്പിക്കാം, വിശുദ്ധി പഠിപ്പിക്കാം. ഇതെല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ നമുക്ക് കരാട്ടെ പഠിപ്പിക്കാം. ഒരു വചനഭാഗം കൂടി വായിച്ചതിന് ശേഷം ഞാൻ നിർത്തുകയാണ്. ബദിരനെ സുഖപ്പെടുത്തുന്നു. അവൻ തൈർ പ്രദേശത്ത് നിന്ന് പുറപ്പെട്ട് സീദോൻ കടന്ന് ദെക്കാപോളിസ് പ്രദേശത്തു കൂടെ ഗലീലി കടൽ തീരത്തേക്ക് പോയി. ബദിരനും സംസാരത്തിന് തടസ്സമുണ്ടായിരുന്നവനുമായ ഒരുവനെ അവർ അവന്റെ അടുത്ത് കൊണ്ടുവന്നു. അവന്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു. ഞാൻ ഇവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ ഏറ്റവും അവസാനം പറഞ്ഞ വാക്യമായ അവന്റെ മേൽ കൈകൾ വയ്ക്കണമെന്ന് അവർ അവനോട് അപേക്ഷിച്ചു എന്നതിന്റെ തുടർച്ച പറയാം. കൈകൾ തലയിൽ വയ്ക്കുന്നതിന്റെ നന്മകളും ഒരു പുരോഹിതന്റെ കൈകളുടെ പ്രത്യേകതയും പുരോഹിതന്റെ ആശീർവാദത്തിന്റെ പ്രത്യേകതയും നമുക്ക് ശ്രവിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡ് ഈസാ നബി മലയാളം എപ്പിസോഡ് 28 തുടങ്ങാം. ഇന്നത്തെ എപ്പിസോഡായ ഈസാ നബി മലയാളം എപ്പിസോഡ് 27 ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എനിക്ക് ഈ എപ്പിസോഡ് ചെയ്യാൻ സാധിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ദുഃഖങ്ങൾ പലതുണ്ട്. ഞാൻ കോവിഡ് ബാധിതനായിരുന്നു. മുക്തി നേടി വീണ്ടും തിരിച്ചു വന്നു, ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ദൈവത്തിന് എന്നെക്കുറിച്ച് പ്ലാനും പദ്ധതിയുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം വേറെയും ചില ദുഃഖങ്ങളുടെ, ഞാൻ ചെയ്യാത്ത തെറ്റിന് ഞാൻ അനുഭവിക്കുന്ന ദുഃഖങ്ങളുടെ ഇടയിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു വചനം പ്രഘോഷിക്കാൻ സാധിക്കുമെങ്കിൽ ദൈവം അതെന്നും ഓർത്തിരിക്കും. അതിന് ദൈവം പ്രതിഫലം തന്നിരിക്കും. അതോടൊപ്പം സങ്കീർത്തനം 91 കർത്താവിന്റെ സംരക്ഷണം എന്നുള്ള സങ്കീർത്തനത്തിലെ
പല വാക്യങ്ങളിലെ ഒരു വാക്യം, അതിൽ മുഴുവൻ പറയുന്നത് കർത്താവ് നമ്മെ സംരക്ഷിക്കും, നിങ്ങൾ ഭയപ്പെടേണ്ട, വേടന്റെ കെണിയിൽ നിന്നും മഹാമാരിയിൽ നിന്നും നിങ്ങളെ രക്ഷിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളാണല്ലോ പറയുന്നത്. അതിനിടയ്ക്ക് ഒരു വാക്യം കൂടി പറയുന്നുണ്ട്, ദുഷ്ടരുടെ പ്രതിഫലം നീ നിന്റെ കണ്ണുകൾ കൊണ്ട് കാണും. തീർച്ചയായും ഞാൻ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആരെയും ദുഷ്ടരായി കണക്കാക്കുന്നില്ല. എല്ലാവരെയും സ്നേഹിക്കാനാണ് യേശുക്രിസ്തു പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എന്നെ ശപിച്ചവരെ പോലും ഞാൻ ശപിക്കുന്നില്ല, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഒറ്റ കാര്യം മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ, പാപബോധവും പശ്ചാത്താപവും ആ സഹോദരിക്കും ആ സഹോദരനും കൊടുത്ത് അനുഗ്രഹിക്കണമേ എന്ന് മാത്രം. പാപബോധവും പശ്ചാത്താപവും അവരിൽ വന്നു നിറഞ്ഞാൽ ആ നിമിഷം മുതൽ തന്നെ അവർ വീണ്ടും സന്തോഷത്തിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്, ശത്രുക്കളില്ലാത്ത ഒരു ലോകത്തെ മുന്നിൽ കണ്ടുകൊണ്ട്, എനിക്ക് ഒരു ശത്രുവുമില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട്, ഏവരെയും സ്നേഹിക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ ദുഃഖങ്ങളോ നാശങ്ങളോ കാണാൻ ആഗ്രഹിക്കാതെ, അതിന് ചെവി കൊടുക്കാതെ, ഞാൻ എന്റെ ജീവിതം ഇവിടെ നിന്നുകൊണ്ട് എങ്ങനെ ക്രിയാത്മകമായി സർഗാത്മകമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള വിശ്വാസത്തിൽ അതിനെ മാത്രം നോക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളും അതുപോലെ മുന്നോട്ട് പോവുക. തീർച്ചയായിട്ടും എന്നെ അനുഗ്രഹിക്കാനിരിക്കുന്ന ദൈവം നിങ്ങളെയും അനുഗ്രഹിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഒന്നു മാത്രം, പാപബോധവും പശ്ചാത്താപവും നൽകി ഒന്നാമത് എന്നെ അനുഗ്രഹിക്കണമേ. അപ്രകാരം തന്നെ എന്നെ വേദനിപ്പിച്ചിട്ടുള്ളവരെയും അനുഗ്രഹിക്കണമേ. എനിക്ക് ശത്രുക്കളില്ല, എനിക്ക് സ്നേഹിതർ മാത്രം. എനിക്ക് മെഴുകുതിരിയായി കത്തി കത്തി ഉരുകി ഒലിച്ച് ജീവിതം അവസാനിപ്പിക്കണം. അത് മനോഹരമായ ആത്മഹത്യയാണ്. ഈ മനോഹരമായ ആത്മഹത്യ പ്രകാശം പരത്തിക്കൊണ്ട് സ്വയം ഉരുകി ഒലിച്ച് ജീവിതം അവസാനിപ്പിക്കുന്നത് ഒരു മരണമാണ്. പക്ഷെ അത് വിശുദ്ധ മരണമാണ്. ആ മരണത്തിന് ഏവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് മെഴുകുതിരിയായി കത്താനും കത്തി ഉരുകാനും, കത്തി ഉരുകി പ്രകാശം പരത്തി ബലിയായി മാറാനും ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. എന്റെ ഈസാ നബി മലയാളം എപ്പിസോഡ് 27 ശ്രവിച്ച നിങ്ങളോട് ഞാൻ നന്ദി പറയുന്നു. ഇതിന്റെ 204ാമത്തെ വീഡിയോ ആണ്. തീർച്ചയായിട്ടും 205ാമത്തെ വീഡിയോയിൽ അത് ഈ ഈസാ നബി മലയാളം എപ്പിസോഡ് 24 എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് വേർഷനായ ബൈബിൾ ഇംഗ്ലീഷ് എപ്പിസോഡ് എന്നുള്ള വീഡിയോയിൽ നമുക്ക് കാണാൻ ഇടവരണം. അത് ചെയ്യുന്നതുവരെ ദൈവം എന്നെ അനുഗ്രഹിക്കട്ടെ, അതുകൂടി ചെയ്യാൻ ദൈവം എന്നെ ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളെ ആ വീഡിയോയിൽ കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.